നമുക്ക് എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമുക്ക് ശാന്തമായിരിക്കാം. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കാക്കിയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. സ്തോത്രം. ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, ഞാൻ നിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് എന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ഓർമ്മയില്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോകും.
തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ നിപ്പില് ഇരിപ്പില് പോക്കില് വരവില് ചിന്തയില് എല്ലാ കാര്യങ്ങളും ദൈവത്തോടുള്ള ആ ഒരു പ്രതികരണം നമുക്ക് അങ്ങോട്ടുണ്ടായിരിക്കണം. ദൈവത്തിന്റെ സ്നേഹത്തിന് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ ആയിരിക്കണം നമ്മൾ എല്ലായ്പ്പോഴും ജീവിക്കേണ്ടത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. റോമർ എഴുതിയ ലേഖനം 5:8. എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? പാപികളായിരിക്കുമ്പോൾ തന്നെ. നമ്മൾ പാപികളാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലല്ല. ഈ പാപക്കരയാൽ മുന്നോട്ട് പോകുമ്പോഴും നമ്മളെ മുറുകെ പിടിച്ച് നമ്മോട് കൂടെ വഴി നടത്തുന്ന, കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മറുകടന്ന് പോകാനായിട്ട് കഴിയും? തനിക്ക് വേണ്ടി ആ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നതായ നമ്മുടെ ദൈവം, ഗിവിങ് അവർസെൽഫ് ഹിസ് ലവ്. അവർ ക്രിയേറ്റർ, നമ്മുടെ ക്രിയേറ്ററാണ്, നമ്മളെ സൃഷ്ടിച്ചതാണ്. സൃഷ്ടിച്ച ദൈവം നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ത്യജിച്ച് ആ സ്നേഹം നമ്മളെ മുറുകെ പറ്റി നമ്മോട് കൂടെ വരുമ്പോഴാണ് നമുക്ക് എന്ത് മറന്നിട്ട് ജീവിക്കാൻ പറ്റും? ദൈവത്തെ മറന്നിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതം നമ്മുടെ ലൈഫ് ഫുൾ ഓഫ് മുഴുവനായിട്ട് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചിട്ട് ജീവിക്കുന്നു? നമുക്കൊന്ന് ചിന്തിക്കേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളിലും, നമ്മുടെ സംസാരത്തിലായാലും പ്രവൃത്തിയിലായാലും നമ്മുടെ പ്രസംഗത്തിലായാലും വന്ന കാര്യങ്ങൾ, നമ്മൾ പ്രസംഗിക്കുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്നതായ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരുപാട് കടന്നുപോയിരിക്കുന്നു. നമ്മുടെ ഓരോ ദിവസത്തെയും ആലോചനകള്, പ്രവൃത്തികള് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടുന്നതായ സമയമുണ്ട്. സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ്? ആരുമായിട്ടാണ് നമ്മുടെ ബന്ധങ്ങൾ? എങ്ങനെയുള്ളവരുമായിട്ടാണ് നമ്മുടെ ബന്ധങ്ങൾ? നമ്മുടെ ബന്ധത്തില് എന്തൊക്കെ പോരായ്മകളുണ്ടോ? എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് തമ്പുരാനോട് നിരപ്പ് പ്രാപിക്കുന്നതിന്റെ അത്യാവശ്യകത, അനുസരണമുള്ളവരായിട്ട് മുന്നേറേണ്ടുന്നതിൻ്റെ അത്യാവശ്യകത. ദൈവം ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് ആ സ്നേഹം നമ്മൾ ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല, ഒരിക്കലും ഒഴിഞ്ഞു മാറിപ്പോകാൻ പാടില്ല. യേശു നമ്മളോട് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ആ വചനം നമ്മളെ മുറുകെ പറ്റണം. ആ പ്രമാണിച്ച് ജീവിച്ചാൽ ദൈവം നമ്മളോട് വീണ്ടും സംസാരിച്ചത് എങ്ങനെയാണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങളും അവനോട് കൂടെ വന്ന് അവനിൽ വാസം ചെയ്യും. യോഹന്നാൻ 14:23 എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. സ്നേഹത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ആ വചനം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രമാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭാരമുള്ള ഒരു വചനവും അല്ല നമുക്ക് മുന്നിൽ തന്നിരിക്കുന്നത്. ഒട്ടും ഭാരമില്ലാത്ത, മീൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ നമുക്ക് തന്നിട്ടുള്ളൂ. എന്നാൽ നമ്മൾ അനുസരണയില്ലാത്തവരായിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്കത് ഭാരമായി തോന്നുന്നു. ആ വചനം പ്രമാണിച്ച് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് മുന്നേറുകയാണെങ്കിൽ അവൻ നമ്മളെ സ്നേഹിക്കും, അവനിൽ വാസം ചെയ്യാം. അങ്ങനെ നമ്മൾ സ്നേഹിച്ച് മുന്നേറുമ്പോഴാണ് യേശുവിനെ സ്നേഹിക്കുന്നവർ അവിടുത്തെ വാക്കുകൾ അനുസരിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ വരുന്നതായ കാലയളവില് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്താണ്? എത്രത്തോളം ക്ഷമിച്ചു നമ്മളെ നോക്കുകയാണ്. നീ ഇന്ന് നേരെയാകും, നാളെ നേരെയാകും. നമ്മൾ നേരെയാകേണ്ടുന്ന ആവശ്യകത നമ്മൾ മനസ്സിലാക്കുക. ഇടവിടാതെ അല്ലെങ്കിൽ ഘോരമായ രീതിയിൽ കണ്ണുനീർ മൊത്തം ഒഴുക്കി പ്രസംഗിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നിന്നോട് മനസ്സലിയണമെങ്കിൽ നിന്റെ മനസ്സ് അല്ലെങ്കിൽ നിന്റെ ഹൃദയം എന്താണെന്ന് നീ തന്നെ വിലയിരുത്തണം. നിന്റെ സംസാരം, നിന്റെ വെല്ലുവിളികൾ, നിന്റെ ആലോചനകൾ, നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ നോട്ടങ്ങൾ, നിന്റെ സംസാരങ്ങൾ, നിന്റെ കേൾവി, ഇതെല്ലാം ആർക്കെങ്കിലും വേദന ഉണ്ടാക്കുന്നതാണോ? നിന്റെ പ്രവൃത്തികൾ എന്നിട്ട് പ്രസംഗിക്കണം. അപ്പോൾ പിതാവായ ദൈവം നിന്നെ സ്നേഹിക്കുകയും അതോടൊപ്പം പിതാവായ ദൈവം മാത്രമല്ല യേശു പിതാവും നമ്മോടൊപ്പം വന്ന് വസിക്കും, നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മുന്നിൽ വരുന്നതായ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ള കഴിവ് നമുക്ക് തരും. എത്ര ഭാരമുള്ളതായിട്ട് നമുക്ക് തോന്നിയാലും നമുക്ക് നേരിടാവുന്നതൊക്കെ നമ്മുടെ മുന്നിൽ തരത്തുള്ളൂ.
അത് ഭാരമാണെന്ന് തോന്നുന്നത് ആ ദൈവത്തോടുള്ള നമ്മുടെ പിടി അയയുമ്പോഴാണ്. ആ പിടി മുറുകി തന്നെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ആരെ കൈവിട്ടാലും ആരോടുള്ള പിടി അയഞ്ഞാലും തമ്പുരാനോടുള്ള പിടി ഒരിക്കലും അയയാൻ പാടില്ല. നാം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ഭക്തി കെട്ടവർക്ക് വേണ്ടി മരിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത്? ഭക്തി കെട്ടവർക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭക്തി എത്രത്തോളം ഉണ്ട്? റോമർ 5:6 നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നാം ബലഹീനനായിരിക്കുമ്പോൾ. ബലഹീനനാണ് നമ്മൾ. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും, ബലഹീനൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശക്തിയെ മാത്രമല്ല, നമ്മൾ പതറിപ്പോകുന്നതായ എല്ലാ സാഹചര്യങ്ങളെയും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെ ഏതെല്ലാം സാഹചര്യങ്ങൾ നമ്മൾ പതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്? നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലാണ്. മുന്നേ നിന്റെ വീട്ടിൽ നീ ആരോടൊപ്പം ആയിരിക്കുന്നു? അവരുടെ മുന്നിൽ പെർഫെക്റ്റ് ആണ്. എന്താണ് പെർഫെക്റ്റ് എന്ന വാക്കിൻ്റെ മീനിങ്? നമുക്കറിയാം. നമ്മളെ മക്കളുടെ മുമ്പിൽ, നമ്മുടെ സഹോദരങ്ങളുടെ മുമ്പിൽ, നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ, നമ്മളുമായി കടപ്പെട്ടിരിക്കുന്നവരുടെ മുമ്പിൽ എല്ലാം നമ്മൾ തെറ്റിയാൽ നമ്മൾ ബലഹീനരായിത്തീരുകയാണ്. വചനം അയച്ച് നമ്മളെ വിടുവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ വചനത്തെ മുറുകെ പറ്റി മുമ്പോട്ട് പോകേണ്ടുന്നതിൻ്റെ ആവശ്യകത എന്തെന്ന് മനസ്സിലാക്കി നാം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ഭക്തി കെട്ടവർക്ക് വേണ്ടിയിട്ടാണ് മരിച്ചിരിക്കുകയാണ്. നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ് ഭക്തി കെട്ടവർക്ക് വേണ്ടി, മീൻസ് പാപികളായ നമുക്ക് വേണ്ടി. നമ്മൾ വേർപെട്ട് മാറ്റി നിർത്തിയപ്പോൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ക്രൂശിൽ തറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ത്യാഗമായി തീരുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ ബലഹീനത എന്താണെന്ന് മനസ്സിലാക്കി അവിടത്തോട് പറ്റിച്ചേർന്ന് മുറുകെ പറ്റി ജീവിക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ തമ്പുരാൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. നമ്മുടെ മുന്നിൽ നീക്കുപോക്കുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇന്ന് അടുത്ത നിമിഷം ശരിയാകേണ്ടുന്നതിൻ്റെ ആവശ്യകത, നാളെ എന്ന് മാറ്റിവെക്കുന്ന കാര്യങ്ങൾ അതിന് സമയമില്ല. ഇന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മോടുള്ള സ്നേഹം അങ്ങനെ തെളിയിച്ചു. ഒരു പാട്ടുണ്ട്, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് അധികമായി നന്ദി പറയുന്നു. ഞാൻ ഈ സമയത്തിൽ കരുണാമയനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പാട്ട് പാടാൻ പറഞ്ഞതിന് ശേഷമാണ് പാട്ട് പാടുന്നത്. കാരണം ഇവിടെ വന്നിട്ട് 2-3 മാസത്തിനോടിടയ്ക്ക് എനിക്ക് സുഖമില്ലാതെ വന്നെങ്കിലും യേശുദമ്പുരാൻ എന്നെ കൈവരിച്ചു കൊണ്ടുവരുന്ന പോലെ ഇതിൻ്റെ കാലൊരു തറവാട്ടിലെ നാഥനായ ഒരു വലിയ ആളിവിടെ ഉണ്ട്, ജോർജ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം എന്നെ ഇവിടെ കാറിന് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. സിനിമ തിരക്കാൻ ആണെങ്കിൽ പോലും ഇവിടെ വന്നാൽ ഈ പാട്ട് പാടാൻ അവസരം
അവസരം ഉണ്ടാക്കി തന്ന ഈ കാലൂരി തറവാടിൻ്റെ നാഥനോടും പ്രത്യേകമായി നന്ദി. അതുപോലെ ഒരു ചേച്ചി ഒരു 10-15 പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഇവിടെ കോട്ടയത്തു നിന്ന് ഒരു സത്യവേദ പുസ്തകം എനിക്ക് ആരൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിലെ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ. മറ്റേ ഞാൻ സിനിമയിലെ പാട്ടുകളാണ് പാടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഈ പാട്ടുകളൊക്കെ ഈ കാലൂരി തറവാടിലെ വലിയവനായ ഒരു സാറിവിടെ ഉണ്ട്, അത് അംഗീകരിക്കുകയും ഇന്നും ഞാൻ വരാനിരുന്നപ്പോൾ എന്നെ ഇവിടെ വരുത്തുകയും ചെയ്ത യേശുദേവന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പാട്ടിലേക്ക് കിടക്കുന്നു. അതുപോലെ ചേച്ചിക്ക് നന്ദി പറയുകയാണ്. ചേച്ചി ഇവിടെ ഉള്ളിലുണ്ട്. കതിരു കണ്ടു ഭൂമുഖം തെളിവ് കണ്ടു ഭാരതം കതിരു കണ്ടു ഭൂമുഖം തെളിവ് കണ്ടു മർത്തോമാനി തെളിച്ചത്തിൽ ആയിരങ്ങൾ ആനന്ദ കാന്തി കണ്ടു ഭാരതം കതിരു കണ്ടു. പകർന്നു തന്ന ജീവിതം ഇരുളിൽ മനം കവർന്ന ജീവിതം ധൈര്യം പകർന്നു തന്ന ജീവിതം ഇരുളിൽ മനം കവർന്ന ജീവിതം പരസേവനം പകർന്ന ജീവിതം കീർത്തിയാണു ജീവിതം. ഭാരതം കതിരു കണ്ടു പൂമുഖം തെളിവ് കണ്ടു മാത്തോമാനി തെളിച്ച മാസത്തിൽ ആയിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു ഭാരതം കതിരു കണ്ടു. ഇരുളിൽ പ്രകാശമാർന്ന ജീവിതം മരുവിൽ തടാകമായ ജീവിതം ഇരുളിൽ പ്രകാശമാർന്ന ജീവിതം മരുവിൽ തടാകമായി വിടർന്നു നീ സുരലോക പാതകാട്ടി നീങ്ങി ഒരു ദൂതദേവനായ നന്ദി ഭാരതം കതിരു കണ്ടു പൂമുഖം തെളിവ് കണ്ടു മർത്തോമാനി തെളിച്ച മാസത്തിൽ ആയിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു ഭാരതം കതിരു കണ്ടു പൂമുഖം തെളിവ് കണ്ടു മർത്തോമാനി തെളിച്ച മാസത്തിൽ ആയിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു ഭാരതം കതിരു കണ്ടു
പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ഇന്ന് സന്ധ്യയെങ്കിലും ഈ ദേശത്ത് കടന്നു വന്ന് കർത്താവിന്റെ സാക്ഷിയെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ കൂട്ടിവരുത്തിയ വലിയ ദയക്കായി ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ പകൽവേളയിൽ ഏറെ ബന്ധപ്പാടുകൾ എൻ്റെ ജീവിതത്തിന് നടുവിലുണ്ടായിരുന്നു. എങ്കിലും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളെല്ലാം കൃത്യമായി ചെയ്യണമെന്ന് ഞാനും ദൈവമായിട്ടുള്ളൊരു ബന്ധമുള്ളത് കൊണ്ടും വളരെ ബന്ധപ്പാടുകൾ സഹിച്ച് ഞാൻ പുതുപ്പള്ളി, പയ്യപ്പാടി, കോട്ടയം അവിടുന്നാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, എനിക്ക് സന്ധ്യ കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ വളരെ ഭയമാണ്. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ കോട്ടയത്ത് വന്നപ്പോൾ 4:40 ഞാൻ കണക്ക് കൂട്ടി വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ ഇവിടെ വരുമ്പോൾ എത്ര സമയമാകും എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ, ഞാൻ സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പാലക്കാട്ടേക്കുള്ള ഒരു ബസ് ചാടി കയറി. ഞാൻ അതിനകത്ത് ഇരുന്നപ്പോൾ എന്റെ സീറ്റിൽ ആരുമില്ല. ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി, കർത്താവിനെ സ്തുതിക്കുവാനിടയായി. എന്റെ വഴിയാത്രകളിലെല്ലാം ദൈവം എന്നെ കൂട്ടിവരുത്തി. ആ ദൈവത്തിന്റെ സ്നേഹം, ബഹുമാന്യ ടീച്ചർ ഇവിടെ ദൈവ സ്നേഹത്തെ കുറിച്ച് വർണ്ണിക്കുവാനൊക്കെ ഇടയിൽ വളരെ സന്തോഷം. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കും, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് സന്ധ്യയെങ്കിൽ ഇവിടെ കൂടി വരുവാനിടയായത്. നാം ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടല്ല. ദൈവം സ്നേഹം തന്നെ എന്ന് പറയുമ്പോൾ ദൈവ സ്നേഹമാണെങ്കിൽ അത് ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, സ്പർദ്ധിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല. ദൈവ സ്നേഹമല്ലാത്ത സ്നേഹമാണ് ഇതിലെല്ലാം വഴിതെളിക്കുന്നത്. ബഹുമാന്യ ടീച്ചർ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഞാൻ എന്റെ ദൈവീയ സ്നേഹത്തെ കുറിച്ചും കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചൊക്കെ എന്റെ ദൈവം എന്നെ നടത്തിയ കാര്യങ്ങളെ കുറിച്ച് ഞാൻ അവിടെ നിന്ന് ചിന്തിപ്പാനിടയായി. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ സാക്ഷിയായി നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹാകരുണയാണ്. എന്നെ വളരെ ഒരുപാട് വേദികളിൽ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ പോകാറുണ്ട്. ഞാൻ എന്റെ ജോലിയെക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ട് എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. അത് ഒരാളെങ്കിലും എന്നെ കേൾക്കുവാനുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെട്ടും എത്ര ബന്ധപ്പെട്ടും ഞാൻ പോകുവാൻ സന്നദ്ധയായി ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ന്യൂസ് കേൾക്കുവാനിടയായി. പാകിസ്ഥാനിൽ തന്റെ മകളുടെ മുൻപിൽ വെച്ച് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവദാസനെ വിശ്വാസ സമൂഹം, ഹല്ലേലൂയ, വിശ്വാസത്തെ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിച്ചു കൊണ്ടിരുന്നപ്പോൾ വിശ്വാസി വിരോധികൾ തന്റെ മകളുടെ മുൻപിൽ വെച്ച് വെടി ഉതിർക്കുവാനിടയായി. കർത്താവ് എത്ര മഹത്വമുള്ളവൻ. ആ ദൈവദാസൻ രക്തസാക്ഷിയായി മരിച്ചപ്പോൾ തന്റെ മകളും ഭാര്യയും കുഞ്ഞുങ്ങളും പറയുവാനിടയായി: ഞങ്ങളെ കൊന്നാലും ഞങ്ങളെ കൊല്ലാത്ത ഒരു കർത്താവുണ്ട്, അവനായി ഞാൻ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കും. ഞാൻ ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും ഞാൻ തയ്യാറായി കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. കാരണം ഈ ലോകത്തിലെ ജീവിതമല്ല എനിക്കുള്ളത്, നിത്യതയിൽ എന്റെ പിതാവ് എനിക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു വാസസ്ഥലമുണ്ടെന്ന് എന്നെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചതും ഞാൻ കേട്ടതും ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാരെല്ലാം എന്നെ പറഞ്ഞു പഠിപ്പിച്ചതുമായ ആ ദൈവവചനത്തിന് മുൻപാകെ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഇന്ന് സന്ധ്യയിൽ ബഹുമാന്യ കർത്താവിന്റെ ദാസൻ, ബഹുമാന്യ ദൈവത്തിന്റെ ദാസന്മാർ
സഹോദരങ്ങൾ, പ്രിയ പിതാക്കന്മാർ, സഹോദരി സഹോദരങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളേവർക്കും എന്റെ രക്ഷിതാവും എന്റെ വീണ്ടെടുപ്പുകാരനുമായ രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ വന്ദനവും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ഏവർക്കും സ്വാഗതവും അറിയിക്കുന്നു. കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന ദൈവമക്കളെ, യേശു ആരിലും ഉന്നതനാണ്, യേശു ആരിലും വലിയവനാണ്, യേശു ആരിലും കരുണയുള്ളവനാണ്, യേശു ആരിലും ദയയുള്ളവനാണ്. അനേക കണ്ണുകൾ നമ്മളെ കണ്ടിട്ട് കാണാതെ പോകുമ്പോൾ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹത്തെ കുറിച്ചും യേശു ആരിലും ഉന്നതനെന്ന് വർണ്ണിക്കേണ്ടതിന് അതിനെ ആസ്പദമാക്കി ഞാനൊരു ഗാനം ആലപിക്കുവാൻ പോകുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. യേശുഹാരിൽ ഉന്നതമാമൻ ആത്മസഖാവ നീ തായ് മറക്ക എങ്കിലും എന്നെ മറക്ക സ്നേഹിതനേ ഏവരും എന്നെ കൈവെടിഞ്ഞാലും യേശു താനൻ അരുകിൽ കാണും ഏതു ഖേദം തീരും ഞാൻ മാർവിൽ ചാരിടുമ്പോൾ യേശു ആരിൽ ഉന്നതനാമൻ ആത്മസഖാവ നീ എന്നെ തേടി വിണ്ണകരം വിട്ടോഴി വന്നവനേ എന്റെ പാപ ശാപമകറ്റാൻ ജീവൻ തന്നവനേ എന്തിനും തൻ തിരുസ്നേഹ പാശബന്ധം അഴിക്കുവാൻ കഴിയാതെന്നുമെന്നും ഞാനിനി അവനിനി എന്നിലുമാ യേശുവാരിൽ ഉന്നതനാമൻ ആത്മസഖാവ നീ മാനസമേ ചാരുക നിനമി ദിവ്യ സ്നേഹിതനിൽ ധ്യാനം ചെയ്യൂ തൻ തിരുസ്നേഹ മധുരമേ സന്തതം എന്തു ഖേദവും വരികിലും കാണാൻ യേശുവിൽ നിന്നാശ്രയം കരുതി അന്ത്യത്തോളം പൊരുതുക കുരിശിൽ ഉത്തമനാ പടനായി യേശു ആരിൽ ഉന്നതനാമൻ ആത്മസഖാവ നീ ആമേൻ. യേശു ആരിലും ഉന്നതനാണ്, യേശു സകലത്തിന് മതിയായവനാണ്.
നമ്മളുടെ ബലഹീനതകളിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ആ ദൈവത്തിന് വേണ്ടി നിൽക്കാം, ആ ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് തന്റെ 33 തിരുവയസ്സിൽ നമുക്ക് വേണ്ടി പ്രാണനെ വിട്ടു തന്നുവെങ്കിൽ നാം ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടല്ല, ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട്. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്ന ആയുസ്സിനെ ഒന്ന് എണ്ണി നോക്കണം. നമ്മുടെ സമസൃഷ്ടികൾ എത്രയോ പേർ ഇന്ന് പകൽക്കാലം കണ്ടവർ ഈ സന്ധ്യ കാണാതെ അനേക ഭവനങ്ങളിൽ കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും മുറവിളിയുടെയും അവസ്ഥയിലായിരുന്നപ്പോൾ നമ്മയെല്ലാം സന്തോഷത്തോടെ കൂട്ടി വരുത്തിയില്ലേ? ആ ദൈവത്തോട് നിങ്ങൾക്ക് നന്ദി പറയുവാൻ സാധിക്കുമോ? ആ ദൈവത്തോട് നന്ദി പറയുവാൻ സാധിക്കുമെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെ നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത്, ദൈവം നമ്മെ നടത്തിയ എല്ലാ ഉപകാരങ്ങളെ ഓർത്ത്, ദൈവം തന്ന എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും നമ്മെ സഹായിക്കട്ടെ. അടുത്ത് തുടർന്നും ദൈവത്തിന്റെ ഭക്തി നിർഭരമായ ഗാനങ്ങൾ കേൾക്കുവാൻ ബഹുമാന്യ അപ്പച്ചൻ നല്ല ഗാനങ്ങൾ നമുക്ക് പാടി നമ്മളെ സന്തോഷിപ്പിക്കും. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശു എഴുന്നള്ളുന്നു, മാനവർക്കു വരം തോടി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശു എഴുന്നള്ളുന്നു, മാനവർക്കു വരം തോടി എഴുന്നള്ളുന്നു. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശു എഴുന്നള്ളുന്നു, മാനവർക്കു വരം തോടി എഴുന്നള്ളുന്നു. വീണാക്കിയവൻ കടലിൻ്റെ മീതെ കടന്നുപോയവൻ, പാറായിൽ വെള്ളം വീണാക്കിയവൻ, കടലിൻ്റെ മീതെ കടന്നുപോയവൻ, ഹൃദയമെന്ന മാനവർക്കു ജീവനേകി
എഴുന്നള്ളുന്നു. മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ. മഹിതലേ മഹിതഗീതികൾ പൊഴിച്ചിടുവിൻ. മനുതരേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ. മനുജരേ മഹിതഗീതികൾ പൊഴിച്ചിടുവിൻ. വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ. ആദരം കൈകൾ കോർത്തു നിരന്നിടുവിൻ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. ആകലോകനാഥനീശു എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശു എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. Praise the Lord. Praise the Lord. Hallelujah. 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 ഇന്ന് നമ്മുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നാം ഓരോ നിമിഷങ്ങളും അനുഭവിച്ചറിയുന്നു. രാജാതിരാജാവ് ഇന്ന് സന്ധ്യയിൽ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എന്നെ അല്ല നോക്കേണ്ടത്, ഇവിടെ നിന്ന് കാണിക്കുന്ന കാഴ്ചപ്പാടല്ല നമ്മൾ കാണേണ്ടത്. നമ്മുടെ മുൻപിൽ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. ക്രൂശിതനായ ദൈവത്തെ നിങ്ങൾ കാണുക. ആ മുഖത്തേക്ക് നോക്കുന്നവരാരും ലജ്ജിതരായി പോയിട്ടില്ല. കർത്താവിന്റെ വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. കർത്താവിലേക്ക് നോക്കുന്ന ആരുടെയും മുഖം ലജ്ജിക്കുവാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. നമ്മൾക്ക് നിന്ദകൾ വരാം, പരിഹാസങ്ങൾ വരാം, ഒറ്റപ്പെടലുകൾ വരാം. എങ്കിലും നാം കർത്താവിന്റെ മുഖത്തേക്കാണോ നോക്കി യാത്ര ചെയ്യുന്നത് എങ്കിൽ നീ ഒരിക്കലും ലജ്ജിതരായി തീർന്നില്ല. എനിക്ക് ഒരുപാട് അപമാനങ്ങളും സങ്കടങ്ങളും ഒക്കെ ഏറ്റ ഒരുപാട് നിമിഷങ്ങളുണ്ട്. പക്ഷെങ്കിൽ അവിടെയൊക്കെ ഞാൻ പ്രതികരിക്കാൻ പോകാറില്ല. ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉരുവിടും. പക്ഷെങ്കിൽ ഞാൻ ദൈവത്തിന്റെ മുഖത്തിൽ ആശ്രയിക്കും. കർത്താവിനെ ഞാൻ എൻ്റെ സങ്കേതമാക്കി വെക്കും. അപ്പോൾ അവങ്കിലേക്ക് നോക്കിയത് കൊണ്ട് ആരൊക്കെ നമ്മളെ പരിഹസിച്ചാലും, ആരൊക്കെ നമ്മെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നമ്മെ ഒറ്റപ്പെടുത്തിയാലും അവരുടെയൊക്കെ മുൻപിൽ ശ്രേഷ്ഠതയോടെ നിർത്തുന്ന ഒരു ദിവസം നമുക്കുണ്ടാകും. അവർ തന്നെ പറയും, ഹല്ലേലൂയ, നീ എത്ര അധപ്പതിച്ച് കിടന്നതാണ്, ഇന്ന് നിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി തരും. ഇന്ന് പകൽക്കാലം, ഇന്ന് സന്ധ്യയിൽ നാം നോക്കേണ്ടത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. നിങ്ങളെ ആരും ദൈവം അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളിലും അനാഥരായി വിടത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി
സന്നിധിയിലായിരിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഹൃദയം പകർന്നുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ കേൾക്കുന്ന വചനം, യേശുപ്പച്ച ഇന്ന് എന്നോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് ഞങ്ങൾ കടന്നു വന്നത് ഹല്ലേലൂയ ചുമ്മാതെ മടങ്ങിപ്പോകുന്നവരെ പോലല്ല, വലിയൊരു കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ നിരാശയോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആനന്ദത്തോടെ മടങ്ങിപ്പോകണം. ഹല്ലേലൂയ സന്തോഷത്തോടാണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇരട്ടി സന്തോഷം പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ മടങ്ങിപ്പോകണം. സുന്ദരം എന്ന ദേവാലയ ഗോപുര നടുവിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു അവനെ തൊട്ടപ്പോൾ ഹല്ലേലൂയ അവൻ അടങ്ങിയിരുന്നില്ല, തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് നടക്കുവാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ ഭിക്ഷ യാചിച്ചതുകൊണ്ട് വല്ലവരിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് യാചിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ യേശുവിന്റെ സൗഖ്യം എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ ദൈവത്തോട് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചായ ദൈവത്തോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പാട്ടിന്റെ 2 ലൈനുകൾ പാടിക്കൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ഉയർച്ചയില്ലാത്ത ജീവിതത്തിന്റെ നടുവിൽ, തകർന്നു കിടക്കുന്ന ജീവിതത്തിന്റെ നടുവിൽ, വിലാപത്താൽ ജീവിക്കുന്ന ഈ ലോക ജീവിത യാത്രയിൽ എന്നെയും നിങ്ങളെയും കരം പിടിച്ചുയർത്തുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. എന്നും നാം ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പാ ഞാൻ എന്നും കഷ്ടപ്പാടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടിട്ടും എനിക്കൊന്നും ലഭിക്കുന്നില്ല, എൻ്റെ കഷ്ടപ്പാടുകൾ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ എന്ന് കുടുംബത്തെ പുലർത്തുന്ന ഓരോ പേരൻസിനും, ഓരോ കുടുംബനാഥന്മാർക്കും ആ കുടുംബം എങ്ങനെ കെട്ടിപ്പടുക്കണമെന്നറിയാതെ ചിന്താകുലങ്ങളാൽ വ്യാകുലപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം വളരെ ഭാരത്തോടെ ഇരിക്കുമ്പോൾ ഇന്ന് സന്ധ്യയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, ചോർന്നു പോയതെല്ലാം ഹല്ലേലൂയ മുഴുവൻ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു തരുവാൻ ദൈവം നിങ്ങളെ നോക്കി കൽപ്പിക്കുന്ന നേരം, എവിടെയൊക്കെയോ കൈവിട്ടു പോയതും ഒരുപാട് കാലമായി കിട്ടാതിരുന്നിട്ടും നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാത്തതും യേശുവിന്റെ ഒരു വാക്കിനാൽ, ഹല്ലേലൂയ, യേശുവിന്റെ ഒരു വാക്കിനാൽ ഇന്ന് സന്ധ്യയിൽ നിങ്ങൾക്ക് നൽകി തരുവാൻ പോവുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഇന്ന് സന്ധ്യയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പ്രാണപ്രിയനെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് ഒരു വെറും കഥയല്ല ദൈവമക്കളെ, എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. ഇന്ന് വരെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത് എന്റെ പിതാവിനെ നടത്തിയതാണ്. അതാണ് എനിക്ക് ഇവിടെ കയറി വരുമ്പോൾ ഒരു പ്രത്യേക പരിശുദ്ധാത്മ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. എന്റെ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ ദൈവം എന്നെ കൊണ്ടുവന്ന വഴികളെ നനയ്ക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കതിൽ ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്നെ അയക്കുന്നിടത്തൊക്കെയും കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്ക് കഴിവില്ല, ജ്ഞാനമില്ല, പ്രാപ്തിയില്ല.
ഹയർ എഡ്യൂക്കേഷൻ ഒന്നുമില്ല. എങ്കിലും ദൈവം തരുന്ന ഒരു ജ്ഞാനത്താൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനാണ് എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അത് ഞാൻ കൃത്യമായി ചെയ്തിരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ ഒരു വാക്കിനാൽ നിങ്ങളുടെ ജീവിതത്തോടടുത്ത് വരുവാൻ പോകുന്ന, നിങ്ങളുടെ ജീവിതത്തോടടുത്ത് വരുവാൻ പോകുന്ന, നിങ്ങളുടെ കരങ്ങളിൽ തരുവാൻ പോകുന്ന നന്മകളെ ഓർത്ത് ഇന്ന് സന്ധ്യയിൽ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാം. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ജോലിക്കൊക്കെ ജോലിക്കും കഷ്ടപ്പാടിനൊന്നും ഒരു കുറവുമില്ല. അപ്പാ നാളെ ഞാൻ എങ്ങനെ മുൻപോട്ട് പോകണം? കുഞ്ഞുങ്ങളുടെ ഫീസ് എങ്ങനെ അടയ്ക്കണം? ഞാൻ ഈ രോഗത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടും? ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും? എന്റെ ആരോഗ്യത്തെ കുറിച്ച് ഞാൻ എന്തായിത്തീരും എന്നൊക്കെ നമുക്ക് വ്യാകുലത വരുമ്പോൾ നീ യേശുവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്നു വരിക. നീ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും. ദൈവം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാൻ ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായി എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമായല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ ഒന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. ആമേൻ. ഈ വാക്യം ഏവർക്കും സുപരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടപ്പോൾ ഒരു കഥ പോലെ തന്നെ ഇരിക്കുന്നു. എന്നാൽ ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങി വരുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ഓർക്കുകയും ദിവസങ്ങളോളം ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില ചിന്തകൾ ദൈവം എന്റെ ജീവിതത്തിൽ നൽകി തരുവാനിടയായി. ഈ വചനത്തിന് മുൻപാകെ എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി. ഈ ദിവസങ്ങളിൽ ഈ വചനത്തിന് വെളിച്ചത്തിൽ ദൈവം എന്നെ നടത്തിയ ചില സാക്ഷ്യങ്ങളുമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസനായിരുന്നു. ആ ദൈവദാസൻ കർത്താവിന് വേണ്ടി മഹത്വമുള്ള വേലയൊക്കെ ചെയ്തു. ഒരുപാട് ബന്ധപ്പാടുകൾ, ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ചെയ്ത് തന്റെ കുടുംബം പുലർത്തിക്കൊണ്ടുവന്നു. എന്നാൽ സാഹചര്യങ്ങൾ നിമിത്തം എന്റെ ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീക്ക് ഒരു കുടുംബം പുലർത്തുവാൻ എങ്ങനെയാണെന്ന് അവരുടെ ജീവിതം മല്ലുപെട്ടുന്ന ഒരവസ്ഥയുണ്ട്. മുൻപോട്ട് പോകുവാൻ കഴിയാതെ മറ്റുള്ളവർ നിന്ദകളും പരിഹാസങ്ങളും ഏറ്റ് തന്റെ കുടുംബം പുലർത്തുവാൻ കഴിയാതെ വന്നപ്പോൾ ധാരാളം കടമകളുടെ ജീവിതത്തിലുണ്ട്. അവൾ പറയുകയാണ്, എന്റെ ഭർത്താവ് മരിച്ചുപോയി, ഇനി എനിക്ക് ബാക്കിയുള്ളത് എന്റെ 2 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അവരെയും അടുത്ത നിമിഷം കടക്കാര് പിടിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. അപ്പോഴൊക്കെ അവളുടെ മനസ്സിലുണ്ട്, എന്തിന് ഞാൻ ഈ ദൈവവേല ചെയ്യണമായിരുന്നു, എന്റെ ഭർത്താവ് എന്തിനും ചെയ്യണമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, അവളുടെ ഉള്ളിന്റെ ഉള്ളറിയുന്ന ഒരു കർത്താവ് അവിടെ ഒരു എലീശയെ പറഞ്ഞയക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നീ ചിലവിടുന്ന ഒരു സമയമുണ്ടല്ലോ. ദൈവമാർക്കും കടക്കാരനല്ല. നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം ശ്രവിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ ഒരു തമാശയല്ല. ഇതിനൊക്കെ ദൈവം എണ്ണി എണ്ണി പ്രതിഫലം തരും. ഹല്ലേലൂയ. ദൈവഭക്തനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് ധാരാളം കടങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എന്റെ മക്കളെ കടക്കാര് പിടിച്ചു കൊണ്ടുപോകും. എന്ത് ചെയ്യണം അറിയാവുന്ന ഒരു മാതാവിന്റെ വിഷമം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ കൂടി നഷ്ടപ്പെട്ടു പോയാൽ ആ സ്ത്രീ എന്ത് ചെയ്യും? ഹല്ലേലൂയ. കടക്കാർ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അടിമകളാക്കി ജോലി എടുപ്പിച്ച് അവരുടെ കടങ്ങളൊക്കെ വീട്ടും. അപ്പോഴാണ് ദൈവത്തിന്റെ ദാസനായി എലീശ വഴി വന്നത്. ഹല്ലേലൂയ. എലീശയോട് അവൾ തന്റെ ആവലാതി ബോധിപ്പിക്കുകയാണ്, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന് വേല ചെയ്തു, എന്നാൽ ഞങ്ങൾ കടത്തിന്റെ മധ്യത്തിലായിരിക്കുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല. ഇപ്പോൾ കടക്കാർ വന്ന് ഞങ്ങളുടെ മക്കളെ പിടിച്ചു കൊണ്ടുപോകും. അതിന് എലീശ കാണാത്തവരെ പോലെ നമ്മൾ പലരോടും ആവലാതികൾ പറയുമ്പോൾ നമ്മുടെ ആവലാതികൾ ആരും കേൾക്കാറില്ല. ഉള്ളവർ പോലും മുഖം തിരിക്കും. എന്നാൽ ദൈവം പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ അവളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇപ്പോൾ നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? അപ്പോൾ പറയുകയാണ്, ഹല്ലേലൂയ, എനിക്ക്
എന്ത് ചെയ്തു തരണം? പറ. നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം. നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം. നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ കയ്യിൽ എന്തുണ്ട്? ഉള്ള അവസ്ഥ തുറന്നു പറയണം. ഉള്ള അവസ്ഥ. നമ്മളെ ആരാഞ്ഞറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ അറിയുന്ന ദൈവം. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഉള്ള അവസ്ഥ കർത്താവിന്റെ മുന്നിൽ പകരപ്പെടുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൾ പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ വീട്ടിൽ എന്തുണ്ടോ എന്ന് ചോദിച്ചത്. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ ഭവനത്തിൽ ഒന്നുമില്ല. ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ വീട്ടിലൊന്നുമില്ല. ഈ ഒരു ഭരണി എണ്ണ കൊണ്ട് വേണം ഞാനും എന്റെ കുഞ്ഞുങ്ങളും ഹല്ലേലൂയ ജീവിക്കുവാനും കടങ്ങൾ വീട്ടുവാനും. ഹല്ലേലൂയ. ഉള്ള അവസ്ഥ പറഞ്ഞപ്പോൾ, നമ്മുടെ ഉള്ള അവസ്ഥ കർത്താവിനോട് പറയുമ്പോൾ, ആ ഒരു ഭരണി എണ്ണ കൊണ്ട് താനും തന്റെ കുഞ്ഞുങ്ങളും മുറിക്കകത്ത് കിടന്ന് വാതിലടച്ച് കർത്താവിന്റെ സന്നിധിയിൽ പകരപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, ആ ക്ഷാമകാലം തീരും വരെയും അവളുടെ ഭരണിയില്, ഹല്ലേലൂയ, ഉള്ള പാത്രത്തിലെല്ലാം ആ ഒരു ഭരണി എണ്ണ പകർന്നു വെച്ചു. വീട്ടിലെ പാത്രങ്ങൾ മുഴുവൻ കാലിയായി. അടുത്ത വീട്ടിൽ കൂടെ പാത്രം വാങ്ങിച്ചു കൊണ്ടുവന്ന് അവൾ ആ ഒരു ഭരണി എണ്ണ അവിടെ പകരുവാനിടയായി. ആ ഭരണിയിലെ എണ്ണ വിറ്റപ്പോൾ, ഹല്ലേലൂയ, അവളുടെ കടങ്ങൾ വീടി. അവൾക്ക് ഉപജീവന മാർഗത്തിന് വേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്തു കൊടുക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ഇന്ന് സന്ധ്യകൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നമ്മുടെ ഉള്ള അവസ്ഥ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, കർത്താവിന്റെ ഒരു വാക്കും കൂടി ചേരുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഈ അവസ്ഥയൊക്കെ മാറുമെന്ന്, ഹല്ലേലൂയ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നീ ആയിരിക്കുന്നുവോ? പലവിധ ഭാരത്താൽ ഞെരങ്ങുന്നുവോ? രോഗിയായി ഭാരപ്പെട്ട് ഞെരങ്ങുന്നുവോ? എന്തിന് എന്ന് ഉത്തരമില്ലാത്ത ചോദ്യമായി നിൽക്കുമ്പോൾ, ഇന്ന് സന്ധ്യയിൽ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ, നിന്റെ ഉള്ള അവസ്ഥ, നിന്റെ ഹൃദയം കർത്താവിലേക്ക് പകരുക. കർത്താവേ, എന്റെ പാപം നീക്കി എന്നെ ശുദ്ധീകരിക്കണം. നമ്മുടെ നന്നായി അറിയുന്ന കർത്താവിന്റെ മുൻപിൽ നിന്റെ ഉള്ളം പകരുക. നിന്റെ ഉള്ള അവസ്ഥകൾക്ക് ഭേദം വരുത്തും. ഹല്ലേലൂയ. നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തി തന്നിട്ട്, ഹല്ലേലൂയ, നിന്റെ കടങ്ങൾ വീടി നീ ആഗ്രഹിക്കുന്ന എന്തുവാണോ അത് നിന്റെ ജീവിതത്തിൽ നൽകി തരും. ഞാൻ എന്റെ ഒരു ചെറിയ ഹല്ലേലൂയ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കാം. എന്റെ കുഞ്ഞിന്റെ ഹല്ലേലൂയ നഴ്സിംഗിന് വിടാൻ പോകുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് ടോട്ടൽ 5 ലക്ഷം രൂപ വേണമായിരുന്നു. എന്നാൽ 4 ലക്ഷം രൂപ ഞാൻ അടച്ചു. 1 ലക്ഷം രൂപയും കൂടെ എനിക്ക് അടയ്ക്കുവാനുണ്ട്. തിങ്കളാഴ്ച അടയ്ക്കണം പൈസ. പക്ഷെ ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് സന്തോഷത്തോടെ കടന്നുപോയി. എങ്കിലും വ്യാകുലത്തോടെ ഞാൻ അല്പം നിരാശയുടെ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ ദൈവത്തിന്റെ വചനം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു വചനം തന്നു. ഞാൻ എന്റെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ നിന്നെ സന്തോഷിപ്പിക്കും. ഞാൻ ആ വചനത്തിന് മുൻപിൽ എന്നെ തന്നെ വിനയപ്പെടുത്തി ഞാനും എന്റെ ഭർത്താവും എന്റെ കുഞ്ഞുങ്ങളുമായി കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയട്ടെ, 4:30 മണിയായപ്പോൾ ഞങ്ങൾ മുട്ടുമടക്കി. 5:30 മണിയായപ്പോൾ എന്റെ അക്കൗണ്ടിൽ 1.25 ലക്ഷം രൂപ വന്നു. എവിടുന്ന് വന്നെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. എങ്ങനെ വന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കള്ളം പറഞ്ഞതല്ല, ദൈവത്തിന്റെ മുൻപിലാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ള അവസ്ഥ ആരുടെയും മുൻപിൽ കൈ നീട്ടുകയില്ല, ആരോട് ഞാൻ കടം ചോദിക്കുകയില്ലെന്ന് എന്റെ അപ്പനോട് ഞാൻ ഉഭയസമ്മതം ചെയ്തു. അപ്പാ, ഞാൻ നിങ്ങളിലേക്കാണ് നോക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ആരുടെയും മുൻപിൽ ചോദിക്കില്ല, ഉള്ളവർ പോലും തരികയില്ല. എന്നാൽ അവൻ ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്നതൊന്നും ഒരിക്കലും വൃഥാവല്ല. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ആ സമാധാന പ്രഭു നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടെന്ന് രാത്രിയിൽ. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ഹല്ലേലൂയ, നീ നിന്റെ ഉള്ളത്തെ പകരുക. കഷ്ടപ്പാടുകളും ബന്ധപ്പാടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരുമ്പോൾ, ഹല്ലേലൂയ, യേശു നമ്മുടെ ജീവിതത്തിലേക്ക്, ഹല്ലേലൂയ, നല്ല നല്ല കാഴ്ചകൾ സൃഷ്ടിക്കപ്പെടുവാനിടയായി. ഇതുവരെ കാണാത്ത നന്മ, ഇതുവരെ ലഭിക്കാത്ത നന്മ,
ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിയപ്പെടാത്ത ചില നന്മകൾ ദൈവം നമുക്ക് വേണ്ടി തരും. ദൈവത്തിന്റെ പ്രവൃത്തി ഒരു മോഡലാണ്. ദൈവത്തിന്റെ വചനവും ഒരു മോഡലാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയോട് മറ്റൊരു മോഡലും ഉപയോഗിക്കാനില്ല. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. ഇന്ന് നമുക്ക് കഴിയുമോ ജീവനുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കുവാൻ? സാധിക്കത്തില്ല. അവന്റെ മോഡലിനൊപ്പം മറ്റൊരു മോഡലുമില്ല. ഹല്ലേലൂയ. അവൻ എല്ലാ കാലത്തും അവന്റെ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ഒരു മോഡലാണ്. വിശ്വസിക്കുന്നവർക്ക് അത് നല്ലൊരു പാറ്റേൺ ആണ്. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും അത് നല്ലൊരു പാറ്റേൺ ആണ്. അതിനേക്കാൾ അപ്പുറമായി ഒരു പാറ്റേണും ഈ ലോകത്തിലില്ല. ഹല്ലേലൂയ. ഒരു അത്ഭുതങ്ങൾ ആവർത്തിക്കും എന്നതിൽ ഏറ്റവും ശക്തമായ ഒരു സൂചനയാണത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക. ആ വചനത്തിന് നിങ്ങളെ ഹല്ലേലൂയ സകലതും നൽകി തരുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞല്ലോ പ്രവാചക ശിഷ്യന്റെ വീട്ടിലെ കാര്യം. അവന്റെ മക്കളെ കടക്കാരെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉള്ള അവസ്ഥ കർത്താവിന്റെ സന്നിധിയിൽ പകർന്നപ്പോൾ, ദൈവഭൃത്യന്റെ മുൻപിൽ പകർന്നപ്പോൾ ഹല്ലേലൂയ അതുവരെ അഭിമുഖീകരിച്ചിരുന്നതായ ആ വൻകടങ്ങളൊക്കെ നീക്കി സുഭിക്ഷമായ അവളും തന്റെ കുഞ്ഞുങ്ങളും ഹല്ലേലൂയ ജീവിക്കുവാനിടയായി. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം എഴുതുമ്പോൾ ഹല്ലേലൂയ മരുഭൂമിയിൽ കർത്താവും ശിഷ്യന്മാരുമായി തന്റെ വചനം കേൾക്കേണ്ടതിന് അനേക ശിഷ്യന്മാർ കടന്നുകൂടി. നിർജ്ജന പ്രദേശമാണ്. ഒരു വെള്ളം പോലും ലഭിക്കാത്ത സ്ഥലത്ത് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ അനേകർ വന്നുകൂടിയപ്പോൾ ഹല്ലേലൂയ അവർ വചനമൊക്കെ കേട്ട് 3-4 ദിവസമായി കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ, വചനം കേൾക്കുവാൻ. ആ വചനം കേട്ടിരുന്നപ്പോൾ 3-4 ദിവസം ഭക്ഷണമൊന്നുമില്ലാതിരുന്നപ്പോൾ അവർക്ക് വിശന്നു. കർത്താവിനറിയാം എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. കർത്താവിനറിയാം നിനക്ക് വിശക്കുന്നുണ്ടെന്ന്. നിന്റെ വീട്ടിൽ ആഹാരമില്ലെന്ന് കർത്താവിനറിയാം. അപ്പൊ കർത്താവ് ചോദിക്കുകയാണ്, ഇവർക്കെല്ലാം ആഹാരം കൊടുക്കാൻ ശിഷ്യന്മാരോട് പറയുക. 5000-ഓളം ആൾക്കാരുണ്ട്, പുരുഷന്മാർ മാത്രം, പിന്നെ അവരുടെ ഭാര്യമാർ, കുഞ്ഞുങ്ങൾ, അങ്ങനെ കുറെ അനവധി പേരുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയാ, ഇവിടെ അങ്ങ് അടുത്ത് ഒരു കട പോലുമില്ല, ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കൊടുക്കും? അപ്പോൾ അവരുടെ നടുവിൽ ഒരു ചെറിയ ബാലൻ ഉണ്ടായിരുന്നു കേട്ടോ. അവന്റെ പേരൻസ് ദീർഘദൃഷ്ടിയുള്ളവരായിരുന്നു. എന്റെ കുഞ്ഞു വചനം കേൾക്കാൻ പോവാ, വചനം കേട്ട് വരുമ്പോഴേ അവന് വിശക്കും, അവൻ അല്പം ഭക്ഷണം ഹല്ലേലൂയ പേരൻസ് കൊടുത്തു വിടുവാനിടയായി. ആ ഭക്ഷണവുമായി അവന് അടുത്തിരിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാരോടും ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ആരുടെയും കയ്യിലില്ല. അപ്പൊ ചെറിയ ബാലൻ പറഞ്ഞു, എന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. 5 അപ്പവും 2 മീനും ഇത്രയും ജനങ്ങൾക്ക് കൊടുക്കുവോ? ഒരാൾക്ക് തന്നെ നമുക്ക് തികയത്തില്ല, പിന്നെ ഇത്രയും പേർക്ക് എങ്ങനെ ഉണ്ട്? എന്നാൽ അവന്റെ 5 അപ്പവും 2 മീനും കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിങ്ങളുടെ കയ്യിലുള്ളത് കർത്താവിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൻ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 5000 പേരെ പോഷിപ്പിച്ചു. ഒരാളെയല്ല, 2 ആളെയല്ല, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 കുട്ടം മിച്ചവും വന്നെന്ന്. എത്ര ശ്രേഷ്ഠമേറിയ കാര്യമാണ്. ഹല്ലേലൂയ. നിന്റെ ഉള്ള അവസ്ഥ, നിന്റെ തകർന്നിരിക്കുന്ന ഹൃദയം ദൈവസന്നിധിയിൽ പകരുക. മനുഷ്യരുടെ മുൻപിൽ നീ കരയരുത്. ഞാൻ കരയുമായിരുന്നു. ഒരു 4 മാസങ്ങൾക്ക് മുൻപ് ഞാൻ കരയുമായിരുന്നു. പ്രതിസന്ധികളേറെ വരുമ്പോൾ കരയുമായിരുന്നു. ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ ഇരുന്നപ്പോൾ ബഹുമാന്യ കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, ഇനി മേലെ നീ ഒരു മനുഷ്യനെ മുൻപിൽ കരയരുത്. ഹല്ലേലൂയ. ഞാൻ അഭിമാന പുരസ്സരം ഓർക്കുന്നു. ആ വചനത്തിന്, ആ ശബ്ദത്തിന് മുൻപിൽ ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തി. ആ രാത്രി മുഴുവൻ ഇരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ് എന്റെ സങ്കടം തീർത്തു. എന്റെ ഭർത്താവിന് മുൻപിൽ കരയില്ല, എന്റെ മക്കളുടെ മുൻപിൽ കരയില്ല. കർത്താവ് കണ്ണുനീർ തുടച്ചു നീക്കിയാൽ പിന്നെ നിനക്ക് കരയേണ്ടി വരില്ല. ആരെന്ത് പറഞ്ഞോട്ടെ, നിനക്ക് കരയേണ്ട ആവശ്യമില്ല. നിന്നെ നിന്ദിച്ചോട്ടെ, നിനക്ക് കരയേണ്ട ആവശ്യമില്ല. നീ കൊടുത്തിരിക്കുന്ന കർത്താവിന്റെ പക്കലാണ്. ഹല്ലേലൂയ. ആ നിർജ്ജന പ്രദേശത്ത് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ് നിന്റെ ഉള്ള അവസ്ഥയും നിന്റെ കയ്യിലുള്ളതും കൂടെ കർത്താവ്
കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ഒന്നുമില്ലാത്തതിന് ശൂന്യതകളെ നിറവാക്കുന്ന ഒരു കർത്താവ് ഇന്ന് സന്ധ്യയിൽ നമ്മുടെ ഓരോരുത്തരെയും നടുവിലുണ്ട്. നമ്മുടെ നടുവിലല്ല, നമ്മുടെ ഇടത്തും വലത്തും, ഹല്ലേലൂയ, നമ്മുടെ മുൻപിലും പിറകിലും എല്ലാമായി ആ ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, ഇന്ന് സന്ധ്യയിൽ ഞാൻ ഇവിടെ നിന്ന് അനുഭവിച്ചറിയുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞാൻ ഇന്ന് സന്ധ്യയിൽ അനുഭവിച്ചറിയുകയാണ്. സന്തോഷത്തോടെ പറയട്ടെ, നിന്റെ ഉള്ള അവസ്ഥ നീ പറയുക. ഒരു ഭവനമില്ലാതെ നീ ഭാരപ്പെടുന്നുവോ? കർത്താവ് നിനക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതം ചെയ്യുവാനിടയാകും. നിരാശപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, സങ്കടപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവ് അത്ഭുത മന്ത്രിയാണ്. ഹല്ലേലൂയ. ഫറവോന്റെ ഹൃദയത്തിന് കാഠിന്യം വരുത്തിയെങ്കിൽ വലിയൊരു ജനതയെ വിടുവിക്കേണ്ടതിനാകുന്നു. ആകയാൽ ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളം ദൈവസന്നിധിയിൽ പകരപ്പെടുക. പ്രവാചക ശിഷ്യന്റെ മക്കളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോയപ്പോൾ തന്റെ പ്രിയ മാതാവ് അവളുടെ ഉള്ളവസ്ഥ കർത്താവിന്റെ സന്നിധിയിൽ പകർന്നപ്പോൾ അവളുടെ കടങ്ങൾ മാറി. നിർദ്ദന പ്രദേശത്ത് ഹല്ലേലൂയ ദൈവവചനം കേട്ട് ഹല്ലേലൂയ വിശന്ന ഭാരത്തോടെ ഇരുന്നപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ബാലന്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് തിന്ന് തൃപ്തി അടങ്ങി. പിന്നെയും ബാലൻസ് ആ കർത്താവിന്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ചുമ്മാ പോയതുപോലല്ല. അവൻ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റുന്ന ഒരു കർത്താവാണ്. ഈ തിരുവചനത്തിൽ ഹല്ലേലൂയ ഏതെങ്കിലും ഒക്കെ ഇടങ്ങളിൽ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ ദൈവം ചെയ്യുന്ന പ്രവൃത്തി. ഹല്ലേലൂയ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ വിചാരിച്ചാൽ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതായ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തനാണ്. ഒന്ന് മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ, നിന്റെ ഉള്ളം കർത്താവിൽ പകരുക. നിന്റെ പണം ആഗ്രഹിക്കുന്നില്ല, നിന്റെ ഭൂസ്വത്ത് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ നിന്റെ കുലമഹിമ ആഗ്രഹിക്കുന്നില്ല, നിന്റെ ജാതി ആഗ്രഹിക്കുന്നില്ല, നിന്റെ നിറം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ നീ വലിയ വീട്ടിലാണോ താമസിക്കുന്നത്, നീ കുടിലാണോ താമസിക്കുന്നത് എന്നൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നീ എന്റെ കുഞ്ഞാണ്, നീ എന്റെ കയ്യാൽ മെനയപ്പെട്ട കുഞ്ഞാണ്. ഹല്ലേലൂയ അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു നാളിലും കൈവിടുകയില്ല. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു നീക്കുന്ന ഒരു സുദിനം ഞാൻ വിശ്വസിച്ച് പറയട്ടെ. ഇന്ന് ഏത് കാര്യത്തിന് മുൻപിൽ പ്രിയ സഹോദരി നീ കരയുന്നുവോ, 2026 ഡിസംബർ 7-ാം തീയതിക്ക് മുൻപായി ദൈവം നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തും. ഇന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നീ കരഞ്ഞത് മതി, നീ കരഞ്ഞത് മതി. ഇനി ആരുടെയും മുൻപിൽ നീ കരയരുത്. ഇന്ന് നീ കരഞ്ഞത്, ഇന്ന് നീ രാത്രിയിൽ വീട്ടിൽ ചെന്നിട്ട് പറയണം, യേശുവപ്പച്ചാ എന്നെ നീ കൈവിടരുത്. ഞാൻ നിന്റെ സന്നിധി എന്റെ ഉള്ളം പകരുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഇന്ന് മുതൽ ഞാൻ ഒരു മനുഷ്യന്റെ മുൻപിൽ കരയില്ല. ഞാൻ പറഞ്ഞല്ലോ എന്റെ അനുഭവമാണ്. ഇന്ന് ഞാൻ കരഞ്ഞുവോ? ആരുടെ മുൻപിൽ നാം കരയുമ്പോൾ അവരങ്ങോട്ട് മാറി ഓ സാരമില്ലെന്നൊക്കെ നമ്മുടെ മുൻപിൽ പറയും. പക്ഷെ അങ്ങോട്ട് മാറി അവർ നമ്മളെ പഠിച്ചു പറയുന്ന കാര്യമുണ്ട്. എന്നാൽ ദൈവം നമുക്ക് ആശ്വാസം തന്നാൽ, ആശ്വാസപ്രദനായ കർത്താവ് നമുക്ക് ആശ്വാസം തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും കരയേണ്ടി വരികയില്ല. അങ്ങനെ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വീണ്ടും പറയുന്നു. ഹല്ലേലൂയ മത്തായി സുവിശേഷം 4-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 17-ാം വാക്യം ഇങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ ഇങ്ങനെ കാണുവാനിടയായി. പത്രോസ് ഹല്ലേലൂയ കർത്താവിന്റെ ശിഷ്യനായ പത്രോസ് കടലിന്റെ ആഴങ്ങള്, കടലിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് അറിയാമാവുന്ന ഹല്ലേലൂയ ആ പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചു, പകല് മുഴുവനും അധ്വാനിച്ചു, വളരെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ ഹല്ലേലൂയ താൻ വെറും കൈയോടെ പകല് മുഴുവൻ കടലിന്റെ ആഴം മുഴുവൻ അറിയാവുന്ന വർഷങ്ങളായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന മുക്കുവനാണ് പത്രോസ്. കടലിന്റെ ആഴങ്ങൾ സർവ്വതും അറിയാം. എന്നാൽ അന്നത്തെ ഒരു ദിവസം അവൻ എന്ത് ചെയ്യുന്നറിയാവോ? പകല് മുഴുവനും അധ്വാനിച്ചു, രാത്രി മുഴുവനും അധ്വാനിച്ചു നിരാശനായി വന്ന്
ആ വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാ, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? പറയാ. ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തു, വൈകുന്നേരം കൂലി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അവസ്ഥ നമുക്കറിയാം. ചിലപ്പോൾ ചെന്നിട്ട് വേണമായിരിക്കും അരി മേടിച്ച് കഞ്ഞി വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ. ആ അവസ്ഥയിലായിരിക്കും. അന്ന് പണിക്കൂലി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സങ്കടം, നമ്മുടെ ഹൃദയത്തിന്റെ വേദന എന്താണ്? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് എന്ത് പറയും? അവർ വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഭാരത്തോടെ പത്രോസ് ഇരിക്കുന്ന ഭാവനയിൽ ഞാൻ കാണുകയാണ്. പത്രോസ് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവേ നാഥാ, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, എന്നാൽ എനിക്കൊന്നും ലഭിച്ചില്ല. നാഥാ, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, എനിക്കൊന്നും ലഭിച്ചില്ല. അവന്റെ ഉള്ളവസ്ഥ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറയുക, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. അപ്പൊ എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ, കടലിൽ അനേകം മത്സ്യങ്ങളുണ്ടല്ലോ, ചെറുത് തൊട്ട് വലുത് തൊട്ട് ഇടത്തരം തൊട്ട് സകലവിധമായ മീനുകളുമുള്ള കടൽ, തിബരിയാസ് കടലിന്റെ സർവ്വ കാര്യങ്ങളും അറിയാവുന്ന പത്രോസ് കാണാത്തതിനെ കർത്താവ് കണ്ടു. പത്രോസിന്റെ അവസ്ഥ കർത്താവ് കണ്ടിട്ട് പറയാ, നീ ആഴത്തിലേക്ക് പടകിന്റെ വലതുവശത്തേക്ക് നിന്റെ വല വീശുക. ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. പടകിന്റെ വലത്ത് ഭാഗത്തേക്ക് വല വീശിയപ്പോൾ ചെറിയ മത്സ്യങ്ങളെല്ലാം കർത്താവ് മാറ്റിക്കളഞ്ഞിട്ട്, ഹല്ലേലൂയ, വലിയ മത്സ്യങ്ങളെല്ലാം അവൻ സ്വരുക്കൂട്ടുവാനിടയായി. വലിയ മത്സ്യങ്ങളെല്ലാം അവൻ ഒരിടത്താക്കി വച്ചിട്ട് അവൻ വല വീശിയപ്പോൾ 150 പെരുത്ത മത്സ്യം അവന്റെ വലയ്ക്കുള്ളിൽ കയറുവാനിടയായി. എത്ര സന്തോഷം! രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പക്ഷെങ്കിൽ കർത്താവിന്റെ ഒരു വാക്കിന് മുൻപിൽ വലയിറക്കിയപ്പോൾ ഇതുവരെ അവന്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ലാത്ത, ഹല്ലേലൂയ, 150 പെരുത്ത മത്സ്യം അവന് ലഭിക്കുവാനിടയായി. അവന്റെ ഉള്ള അവസ്ഥ കർത്താവിന്റെ മുന്നിൽ പകർന്നപ്പോഴും ദൈവത്തിന്റെ വാക്കും കൂടി ചേർന്നപ്പോൾ മത്സ്യം കൂടി അവനെ അനുസരിച്ചിട്ട്, ഹല്ലേലൂയ, ദൈവം പത്രോസ് പറയുകയാണ്, അവൻ തനിച്ച് വലിച്ചിട്ട് പോന്നില്ല വല. ഹല്ലേലൂയ, അടുത്ത പടകുകാരെയും കൂടെ വിളിച്ചിട്ടാണ് അവൻ ആ വല അകത്ത് കയറ്റിയത്. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യയെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ ഉള്ള അവസ്ഥ, കർത്താവേ എനിക്കൊന്നും അറിയില്ല, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, എനിക്കൊന്നുമില്ല നാഥാ, എൻ്റെ ശൂന്യതകളെ നിറയ്ക്കുക. നമ്മുടെ സമർപ്പണവും കർത്താവിന്റെ വാക്കും കൂടെ കേൾക്കുമ്പോൾ അവൻ നമ്മെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എടുത്തുയർത്തി മറ്റൊരു തലത്തിലേക്ക് ആക്കി വെക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെറുതെ പറയുന്ന വെറും ഒരു പാഴ്വാക്കല്ല, എഴുതി പഠിച്ച് കാണാപ്പാഠം പഠിച്ചു കൊണ്ടുവന്നല്ല നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചതായ ഈ സന്തോഷവും ഈ സമാധാനവുമാണ്, ഹല്ലേലൂയ, ഞാൻ അനുഭവിക്കുന്നതും. ദൈവം തന്നിട്ടുള്ളതെല്ലാം പ്രാർത്ഥിച്ചു വാങ്ങിച്ചിട്ടല്ലാതെ ഒന്നും എനിക്ക് ദൈവം തന്നിട്ടില്ല. അപ്പനോട് ചോദിച്ചതെല്ലാം ദൈവം എനിക്ക് തന്നു. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തരപരമായി ശ്രേഷ്ഠകരമായി, ഹല്ലേലൂയ, ദൈവം നമുക്ക് തരുവാനിടയായി. ഇതിനൊക്കെ കാരണം നമുക്ക് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, ആദ്യം ദൈവത്തിൽ അനുസരിക്കുക. നാം ദൈവത്തെ ഒരു നാളിലും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ആ കാണാത്ത ദൈവത്തെ, ഹല്ലേലൂയ, കാണേണ്ടതിന് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് തിരുവചനം. ആ തിരുവചനത്തിനെ പ്രമാണിക്കേണ്ടതിന് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്നുവെങ്കിൽ ഈ വിശുദ്ധ വചനം വായിക്കണം. ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതൊന്നും, ഹല്ലേലൂയ, ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതൊന്നും ഒരു കളവല്ല. ഏത് വൈദ്യശാസ്ത്രവും, ഹല്ലേലൂയ, ഏത് ഭരണഘടനയും എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ തിരുവചനം, ഹല്ലേലൂയ, അനുസരിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഏതൊരു മിറക്കിൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ഈ തിരുവചന അടിസ്ഥാനത്തിലാണ്. സാക്ഷാൽ ദൈവമായവൻ, സാക്ഷാൽ ഹല്ലേലൂയ അത്ഭുത മന്ത്രിയായവൻ ഈ വചനം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ വചനം പ്രമാണിക്കുക, ആ വചനത്തിന് മുൻപിൽ നമ്മളെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ദൈവിക സമാധാനം ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. പത്രോസിന്റെ അധ്വാനവും യേശുവിന്റെ വാക്കും കൂടെ ചേർന്നപ്പോൾ അവന്റെ പടകിനെ നിറയ്ക്കുവാനിടയായി, അവന്റെ ജീവിതം മാറി പറയുവാനിടയായി. പ്രവാചകനായ എലീശയുടെ വാക്കും ആ സ്ത്രീയുടെ എണ്ണ പകരപ്പെടുവാനുള്ള അവളുടെ സമർപ്പണവും
കൂടി ചേർന്നപ്പോൾ അവളുടെ ശൂന്യതകളെ വർദ്ധിപ്പിക്കുന്ന ഒരു കർത്താവ് അവളുടെ ജീവിതത്തിൽ വന്നു. യേശുവിന്റെ വാക്കും. ഹല്ലേലൂയ. കാനായിലെ കല്യാണത്തെ കുറിച്ച് എപ്പോഴും അച്ചായൻ പാടുന്നതാണല്ലോ. കാനായിലെ കല്യാണം വീഞ്ഞു തീർന്നു പോയി. ഹല്ലേലൂയ. ആ ശൂന്യതയെ നിറയ്ക്കുവാൻ വെറും പാത്രമായി ഹല്ലേലൂയ കിടന്ന കൽഭരണികളിൽ വെള്ളം നിറച്ചപ്പോൾ അതുവരെ രുചിച്ചിട്ടില്ലാത്ത ഹല്ലേലൂയ, അതുവരെയും ഹല്ലേലൂയ ആരും അറിയപ്പെടാത്തതായ ശ്രേഷ്ഠമായ മൃഷ്ടാന ഭോജനം, ശ്രേഷ്ഠമായ വീഞ്ഞ് പകരപ്പെടുവാനിടയായി. യേശുവിന്റെ വാക്കും കൽഭരണിയിലെ വെള്ളവും കൂടെ ഒത്തുചേർന്നപ്പോൾ അത് വീഞ്ഞുണ്ടായതുപോലെ നമ്മുടെ കർമ്മങ്ങൾ യേശുവിന്റെ വാക്കിന് മുൻപിൽ ചലിക്കുവാൻ പോകുകയാണ്. നമ്മുടെ പ്രയത്നങ്ങൾ യേശുവിന്റെ മുൻപിൽ ചലിക്കുവാൻ പോകുകയാണ്. ഇന്ന് സന്ധ്യകൾ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഏത് വിഷയമായി ദൈവത്തിന്റെ സന്നിധിയിൽ വരുമോ, ഏത് വിഷയം കർത്താവിന്റെ മുൻപിൽ കൊടുക്കുവോ, അവൻ നോ പറയുകയില്ല. ഹല്ലേലൂയ. ആ വാക്കിന് മുൻപിൽ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ സ്ഥിതികൾക്കെല്ലാം ഭേദം വരുത്തി തരും. നീ ഭാരപ്പെടേണ്ട ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന സകലരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഏതവസ്ഥയിലായിരിക്കുന്നു എനിക്കറിയില്ല, എന്നാൽ നിങ്ങളുടെ സൃഷ്ടാവും നമ്മുടെ കർത്താവും രാജാതിരാജാവുമായവനറിയാം നീ ഏതവസ്ഥയിലായിരിക്കുന്നുവെന്ന്. ഇന്ന് പകൽക്കാലം, ഇന്ന് സന്ധ്യകളിൽ നിന്റെ ഹൃദയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നിന്റെ ഉള്ളിൽ മുഴുവൻ കർത്താവിൽ കൊടുക്കുക. ഹല്ലേലൂയ. ആ ദൈവം നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി തരും. നിങ്ങളുടെ കർമ്മമേഖല ദൈവം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നെഗറ്റീവും മാറ്റി ഈ ദിവസങ്ങൾ ദൈവസന്നിധി പോസിറ്റീവായി ചിന്തിക്കുക. എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല, നിന്നെ മേലിൽ പറഞ്ഞു പോകരുത്. ആരെങ്കിലും അങ്ങനെ നനച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് അസാധ്യമായത് കർത്താവിന് സാധ്യമാണ്, എനിക്ക് അസാധ്യമായത് കർത്താവിന് സാധ്യമാണ്. വിളിച്ചു പറയുക, യേശുവിന് മുൻപിൽ സമർപ്പിക്കുക. ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിലാണോ ഇന്ന് കടന്നു വന്നത്? നിറവായി മടങ്ങി പോവുക, സമാധാനത്തോടെ പോവുക. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നിങ്ങളുടെ ശൂന്യതകളെല്ലാം മാറിയിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപയും സമാധാനവും നിങ്ങളോട് ഏവരോടും കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. തിരുവചനത്തിന് മുൻപാകെ ഇതുവരെ ഞങ്ങളായിരുന്നു. ഞങ്ങളുടെ ശൂന്യതകളെ നിറവായി ഞങ്ങളെ മടക്കി അയക്കണമേ കർത്താവേ. ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും ഈ വചനത്തെ മുൻപിൽ സമർപ്പിക്കുന്നു. ധാരാളം പ്രതിഫലം കൊടുക്കണം. പ്രാർത്ഥന സ്വർഗത്തിലെ അപ്പൻ കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ തിരുനാമം, ദൈവവചനം, ദൈവത്തെ സ്തുതി, ഇത് നാവിന്മേൽ സദാ ഉള്ളത് നമുക്ക് എല്ലാത്തിലും നല്ലതാണ്. നല്ലത് വന്നാലും മോശം വന്നാലും അയ്യോ എന്ന് വിളിക്കുന്നതിന് പകരം യേശുവേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ വാക്കുകളൊക്കെ നമുക്ക് അനുദിനം ഉപയോഗിക്കുന്നത്, ഇരവിലും പകലിലും നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ദൈവത്തിൻ്റെ നാമം അനുദിനം ഉരുവിടുന്നത് നല്ലതാണ്. അത് നമ്മുടെ നാവിനും ശരീരത്തിനും ദൈനംദിനമായ എവരിലോ എന്ന് വരെ ജീവിക്കുന്നോ അന്ന് വരെയും നമുക്ക് നല്ലതാണ്. അങ്ങനെ ഉള്ളതായ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു ഗാനം നമുക്ക് ഒന്നിച്ച് പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ.
വിരിയുന്ന താരക വിഴികളിൽ നോക്കി ഞാൻ ഉണർന്നു പാടാം. അകലയാകാശത്ത് വിരിയുന്ന താരക വിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരെത്തും പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരെത്തും പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥാ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങളപ്പൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പാ, ഞങ്ങൾ ആശയോടെ കർത്താവെ ഈ കർത്തൃ ദിവസം അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഹല്ലേലൂയ. അപ്പാ, എന്നെ കടന്നു വന്ന ഓരോരുത്തരെയും നാഥൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളുടെ ദേഹം, ഞങ്ങളുടെ ദേഹി, ഞങ്ങളുടെ ആത്മാവ് എല്ലാം നാഥൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പാ, നിന്റെ നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. അപ്പാ, ഈ സമയം അത്രയും അവൾ നിങ്ങളോട് ചന്തമായി സംസാരിച്ചതിന് നന്ദി. ഹല്ലേലൂയ. ഗാനങ്ങളിൽ കൂടിയും കർത്താവെ അവിടുത്തെ വചനത്തിൽ കൂടിയും എല്ലാം നീ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഹല്ലേലൂയ. മക്കളുടെ നാവിൽ കൂടി കർത്താവെ തീയുടെ വചനം ഞങ്ങളുടെ മധ്യത്തിൽ തന്നതിന് നന്ദി. ഹല്ലേലൂയ. തുടർന്നുള്ള സമയവും എൻ്റെ അപ്പാ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ മധ്യ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല അപ്പ. ഹല്ലേലൂയ. അപ്പാ, നീ ഇന്ന് കടന്നു വന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, നീയാണ് ഞങ്ങളുടെ ബലം. ഹല്ലേലൂയ. നീയാണ് ഞങ്ങളുടെ സമ്പത്ത്. ഹല്ലേലൂയ. നീയാണ് ഞങ്ങളുടെ സൗഖ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. അവിടെ ഞങ്ങൾ ഇന്നയോളം അനുഗ്രഹിച്ചതിന് നന്ദി. ഹല്ലേലൂയ. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും യഹോവയുടെ ദൃഷ്ടി ഇതിന്മേലിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, നീ ദൃഷ്ടി വെച്ച് ഹല്ലേലൂയ ഞങ്ങൾ ഇന്ന് വരെ നടത്തിയതിന് നന്ദി. ഹല്ലേലൂയ. ആപത്തുകൾ വന്നു, അനർത്ഥങ്ങൾ വന്നു. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടതായ പല സാഹചര്യങ്ങളും വന്നു. അപ്പാ, നീ ഞങ്ങളെ ഹല്ലേലൂയ നിത്യതയ്ക്ക് വേണ്ടി നീ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി. ഹല്ലേലൂയ. സ്വർഗത്തിൽ അപ്പനെ മുഖാമുഖം കാണുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നീ ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി. ഹല്ലേലൂയ. കർത്താവേ, അപ്പാ, ഈ രാത്രി നാഥാ നിന്റെ സാന്നിധ്യത്തെ ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളോട് നീ ഇടപെടണമേ. തിരുവചനത്തിന്റെ അത്ഭുത ശക്തി ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തന്ന എല്ലാ നന്മകൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. അപ്പാ, ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് നീ എഴുന്നള്ളി വരണമേ രാജാതിരാജ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കൂടി ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ കർത്താവേ ഹല്ലേലൂയ തേജസ് ഞങ്ങളുടെ മധ്യത്തിൽ വെട്ടി മിന്നണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ദൂതന്മാർ കടന്നു വരണമേ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ഒരു സന്ദർശനം ഈ ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗം ഞങ്ങളെ സന്ദർശിക്കുന്ന സമയങ്ങളാക്കി അവിടുന്ന് മാറ്റണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഹല്ലേലൂയ. ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതാണല്ലോ. ഹല്ലേലൂയ. പാപം പെരിയരാവണ കർത്താവേ ഞങ്ങൾ. ഹല്ലേലൂയ. എങ്കിലും നിന്റെ അനന്ത സ്നേഹം ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരുന്നതിന് നന്ദി. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ചേർന്നിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പന്റെ മുറിഞ്ഞ പാദങ്ങൾ ഞങ്ങൾ ചുംബിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ തിരുമുറിവുകൾ ഞങ്ങളൊന്ന് ചുംബിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ മാർബിൾ ഞങ്ങളൊന്ന് ചാരിയിരിക്കട്ടെ. അപ്പാ. ഹല്ലേലൂയ. അപ്പാ, അവിടുന്നാണ് കടന്നു വന്നാലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന്
കടന്നു വന്നാൽ ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമാണല്ലോ. ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. യേശുവേ, നിന്റെ ആണിപ്പാടൽക്കാരൻ ഇപ്പോൾ തുടരണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗബാധകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. കടഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസലായി പോകട്ടെ. ഹല്ലേലൂയ. ഐശ്വര്യവും സമ്പത്തും ഞങ്ങളുടെ കൂടാരങ്ങളിൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വാക്കുകൾ കേൾക്കുന്ന ഈ വചനം കർത്താവെ ഓൺലൈൻ വഴിയെല്ലാം സന്ദർശിക്കുന്നവരെ അവിടുന്ന് സന്ദർശിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജീവന്റെ ശബ്ദം ഞങ്ങൾ കേൾപ്പിക്കണമേ അപ്പാ. സ്വർഗീയ ജീവൻ ഞങ്ങളിലേക്ക് പകരണമേ. ഹല്ലേലൂയ. അവിടുന്ന് അവസാനത്തോട് ചോരവരെ ഞങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്നല്ലോ. ഹല്ലേലൂയ. കർത്താവെ, ക്രൂസിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ഹല്ലേലൂയ. ക്രൂസിന്റെ ചുവട് ഞങ്ങൾ ഇരുത്തണമേ. ഹല്ലേലൂയ. തന്നെ എല്ലാ നിർമ്മലക്കായി സ്തോത്രപ്പ. അടിയങ്ങൾക്കായ ജീവിതം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാണ് പിതാവേ. ആമേൻ. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ, ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ, ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരെ, കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരെ, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. ലോകമായ കപ്പലിതാ താഴുവാൻ തുടങ്ങുന്നു. ലോകമായ കപ്പലിതാ താഴുവാൻ തുടങ്ങുന്നു. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവിൻ. ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടുണരുവിൻ. ഞാനുമെനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. ഞാനുമെനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നേ. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ, ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ, ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. ശ്രീയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചാവുന്നു. നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് സ്വർഗരാജ്യം. ഹല്ലേലൂയ. നാം ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നു. നമ്മുടെ സ്വന്തമായ ഒരു ഭവനം. ഹല്ലേലൂയ. അതാണ് സ്വർഗരാജ്യം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അവിടുത്തെ സ്വർഗീയ ആരാധനയെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാമെന്നാണ് ഞാൻ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നത്. സ്വർഗത്തിലെ ആരാധന. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുവാനും എന്നേക്കും അവന്റെ സന്നദ്ധിയിൽ പ്രമോദിക്കുവാനും വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുവാനും അവന്റെ രാജ്യത്തിൽ അവനോടൊപ്പം പ്രമോദിക്കുവാനും വേണ്ടിയാണ് നാം ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നിത്യത മുഴുവൻ ഇങ്ങനെയാണ് നാം ചിലവഴിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സ്വർഗത്തിൽ എപ്പോഴും ഈ സ്വർഗീയ ആരാധനയാണ് എന്ന്? നമുക്ക് ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. എന്താണ് സ്വർഗരാജ്യത്തിൽ ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം ഇന്ന്. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല്. ഇവിടെ നാം വായിച്ച് കേട്ടത് എന്താണ്? ഇവിടെ ഒരു സൂര്യകാന്തത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പത്മരാഗത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, മരതകം. ഈ മൂന്നും ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇതിന്റെ മനോഹാരിത്വം കണ്ട് ഞാൻ തന്നെ അന്താളിച്ചു. നിങ്ങൾക്ക് ഗൂഗിൾ ഉള്ളവരാണല്ലോ എല്ലാവരും. നിങ്ങൾ ഇതിന്റെ ഇംഗ്ലീഷ് വേർഡ് എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം, അതിന്റെ ഭംഗി എത്രമാത്രം ഉണ്ടെന്ന്.
അപ്പോൾ നമ്മുടെ ദൈവത്തെ വർണ്ണിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സിംഹാസനം എന്താണ്, നമ്മുടെ ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടത് എഴുതി വെച്ചിരിക്കുകയാണ്. ഉടനെ ഞാൻ ആത്മവിവശനായി. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു എന്റെ ആത്മാവിൽ ഒരു വിവശത വേണമെന്ന്? ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ ഏകനായിട്ട് ഇരുന്നപ്പോൾ, ആ പത്മോസിന്റെ ദ്വീപിലേക്ക് ഏകനായി നാട് കടത്തപ്പെട്ടപ്പോൾ, അവന് ആത്മാവിൽ വിവശത കൊടുത്തവനായ ഒരു ദൈവം. പ്രിയപ്പെട്ടവരെ, നാം ഏകയായി ഇരിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലെ ദൈവം ആത്മാവിൽ വിവശത തരും. ഹല്ലേലൂയ. ആ ആത്മാവിന്റെ വിവശതയിൽ നമ്മളെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ശരീരം ഇവിടെ ഇരിക്കും, നമ്മുടെ മനസ്സും ആത്മാവും സ്വർഗരാജ്യത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു അനുഭവം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സുകൊണ്ട് കടന്നു ചെല്ലാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇപ്രകാരം യോഹന്നാൻ അപ്പോസ്തലന് ആത്മാവിൽ വിവശത കൊടുത്ത് ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ എഴുതുകയാണ്, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. അത്രയ്ക്ക് മനോഹാരിതനായ നമ്മുടെ ദൈവം. പലരും ഇന്ന് ചോദിക്കുന്നുണ്ട്, ദൈവം ഉണ്ടോ? പലരുടെയും ഒരു ക്വസ്റ്റ്യനാണ്, ദൈവം ഉണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിൽ പല എഴുത്തുകാരും എഴുതുന്നത് കണ്ടു, ദൈവം ഒന്ന് എന്ന് പറയുന്ന ഒന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവമുണ്ട്. ഹല്ലേലൂയ. അവന്റെ മനോഹാരിത്വം അനേകരെ ദൈവം കാണിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പിതാവാം ദൈവത്തെ നേരിട്ട് കാണുവാൻ കഴിഞ്ഞില്ലേലും അവന്റെ പുത്രനായ ദൈവത്തെ നമുക്ക് കണ്ണിന് മുമ്പിൽ അവൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവന്റെ ജനനമാണ്, അതിന്റെ ആഘോഷമാണ് നാം ഈ ഡിസംബർ മാസത്തിൽ ആഘോഷിക്കാൻ പോകുന്നത്. ക്രിസ്മസ് എന്ന് നാം അതിനെ വിളിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനം അപ്പോസ്തലനെ കാണിച്ചു കൊടുക്കുകയാണ്. At once I was in the spirit, and there before me was a throne in heaven with someone sitting on it. And the one who sat there had the appearance of jasper and carnelian, a rainbow resembling an emerald encircled the throne. ഇവിടെ ജാസ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, കാർണേലിയൻ എന്ന് എഴുതിയിട്ടുണ്ട്, എമറാൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ മൂന്ന് വേർഡ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യൂ. പ്രിയപ്പെട്ടവരെ, അതിന്റെ ഫോട്ടോ നിങ്ങൾ എടുത്ത് കണ്ടു നോക്കൂ. അതിന്റെ ആ തിളക്കവും അതിൻ്റെതായ മനോഹാരിതയും നമുക്ക് അത് കാണുവാൻ കഴിയും. ഞാൻ അപ്പോൾ ചിന്തിച്ചു, അയ്യോ, സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനം എത്ര മനോഹാരിതമാണ് എന്ന്. നമുക്കിന്ന് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 5-ാം അധ്യായം 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഈ സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ചാണ് അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണമേ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ അപ്പോസ്തലനെ ആത്മാവിൽ വിവശതയിൽ സ്വർഗത്തിലെ ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം ആത്മാവിന്റെ വിവശത കൊടുത്ത് ഈ സ്വർഗത്തിന്റെ സിംഹാസനം കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാവിൽ വിവശത തരുവാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങൾ ഇപ്പോൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അങ്കണത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഞങ്ങളുടെ ആത്മാവിൽ ഒരു വിവശത തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ആത്മാവിൽ ഒരു വിവശത തന്നുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലനോട് കൂടെ, ഹല്ലേലൂയ, നമുക്കും സ്വർഗത്തിന്റെ സിംഹാസനത്തിനരികിലേക്ക് കടന്നു ചെല്ലാൻ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. മരണം വഴിയായി ഒരിക്കൽ നമ്മുടെ ആത്മാവ് കടന്നു ചെല്ലുക തന്നെ ചെയ്യും. അതിനു മുമ്പായി നമുക്ക് ഈ സ്വർഗത്തിന്റെ ഒരു ടേസ്റ്റ് തരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ ഒരു ടേസ്റ്റ് തരിക. ഹല്ലേലൂയ. നമുക്കറിയാം, അഡ്വാൻസ് തരിക എന്ന് നാം കേട്ടിട്ടുണ്ട്. എന്താണ് അഡ്വാൻസ്? നാം ഒരു സ്ഥലം വാങ്ങുവാൻ പോയാൽ അതിന് ടോക്കണായിട്ട് ഒരു അഡ്വാൻസ് തരും. അതിനുശേഷം നാം ഫുൾ എമൗണ്ട് കൊടുക്കുമ്പോഴാണ് അത് നമുക്ക് മുഴുവനായിട്ടും എന്ത് തരിക? നമ്മുടേതായി തീരുക.
എന്ന് പറയും പോലെ സ്വർഗത്തിലെ ദൈവം ഇന്ന് നമുക്കൊരു അഡ്വാൻസ് തരികയാണ് പ്രിയപ്പെട്ടവരെ. ഈ നിസാരരായ നമുക്ക് യോഹന്നാൻ അപ്പോസ്തലനോട് ചേർന്ന് സ്വർഗത്തിന്റെ സിംഹാസനം എന്തെന്നും സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമ്മുടെ ആത്മാക്കളെ ദൈവം ഒരുക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഞങ്ങളുടെ ആത്മാക്കൾക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗം എത്ര പരിശുദ്ധമാണ്. ഹല്ലേലൂയ. ആ സ്വർഗത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ കർത്താവെ ഞങ്ങളുടെ ആത്മാക്കൾ ഒന്നുമല്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾ ഈ ആരംഭ സമയം ഹല്ലേലൂയ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മാക്കളെ ഒന്ന് കഴുകണമേ. ഹല്ലേലൂയ. സ്വർഗമാവുന്ന പരിശുദ്ധിയുടെ മുന്നിലേക്ക് നമ്മുടെ ആത്മാക്കൾ കടന്നു ചെല്ലണമെങ്കിൽ സ്വർഗത്തിന്റെ തേജസ് നമ്മുടെ മേൽ പൊതിയണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയപ്പെടണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ആത്മീക മണ്ഡലത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്നത്തെ ആത്മീയ നിലവാരം വെച്ചുകൊണ്ട് കർത്താവെ ഇന്നത്തെ ഞങ്ങളുടെ ആത്മാക്കളുടെ അവസ്ഥയിൽ വെച്ച് ഹല്ലേലൂയ അവിടുത്തെ രാജ്യത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ യോഗ്യരായിട്ടില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മാക്കളുടെ അവസ്ഥ ഞങ്ങൾ സമ്മതിക്കുന്നു. ഹല്ലേലൂയ. എളിമയോടെ നിന്റെ പാദപീഠം ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്നു. അപ്പ ഹല്ലേലൂയ. നിന്റെ തിരുമുറുവൽ ഞങ്ങൾ ചുംബിക്കട്ടെ. ഹല്ലേലൂയ. ആ മുറുവൽ ഞങ്ങൾ മുത്തിടട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ആ മുറിഞ്ഞ പാദപീഠം ഹല്ലേലൂയ ആ ക്രൂശിനോട് ചേർത്ത് ആണികൾ അടിച്ചപ്പോൾ ഒഴുകിയതായ പരിശുദ്ധ രക്തം ചേർന്നൊഴിഞ്ഞ ആ ഹല്ലേലൂയ പാദപീഠം നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കാം. ഹല്ലേലൂയ. കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ആത്മാക്കൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പാ ഞങ്ങളുടെ ആത്മാക്കളെ നീ ഒന്ന് കഴുകണമേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ മനസ്സരിയണമേ. ഹല്ലേലൂയ. ആ വലതുഭാഗത്തെ കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. ആ ശബ്ദം ഇപ്പോൾ മുഴങ്ങിയാണ്. മക്കളെ, നിങ്ങളെ ഞാൻ സ്വർഗരാജ്യം കാണിച്ചു തരാമെന്ന്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അപ്പാ ഞങ്ങളുടെ ആത്മാക്കളെ നീ സ്നേഹിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പൻ ഹല്ലേലൂയ നമ്മുടെ ഓരോ ആത്മാക്കളെയും സ്നേഹിക്കുന്നുവെന്ന്. ഈ ഭൂമിയിൽ ആർക്കും നിന്നെ വേണ്ടായിരിക്കാം. ഹല്ലേലൂയ. ആർക്കും നിന്നെ സ്നേഹമല്ലായിരിക്കാം. ഹല്ലേലൂയ. മക്കൾക്ക് നിന്നെ വേണ്ടായിരിക്കാം. ഹല്ലേലൂയ. നിന്റെ മാതാപിതാക്കൾക്ക് നിന്നെ വേണ്ടായിരിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിന്നെ വിലയില്ലായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ നിന്നെ ഈ സമയം അറിയിക്കുകയാണ്, ആർക്കും നിന്നെ വേണ്ടെങ്കിലും ഹല്ലേലൂയ സ്വർഗത്തിലെ അപ്പന് നിന്നെ സ്നേഹമാണെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും നിന്നെ വെടക്കെന്ന് ചിലപ്പോൾ എണ്ണിയേക്കാം. ഹല്ലേലൂയ. എന്നാൽ അപ്പൻ പറയുകയാണ്, നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പനെ അപ്പ എന്ന് വിളിക്കൂ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവൻ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ പുത്രനെ നമ്മുടെ അരികിലേക്ക് അയച്ചു തന്നെ മഹാസ്നേഹമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവം യോഹന്നാൻ അപ്പോസ്തലന് ആത്മാവിൽ വിവശത കൊടുത്തു. ഹല്ലേലൂയ. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി. ഹല്ലേലൂയ. ഒരു ആത്മീയ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ആത്മാവിന്റെ വിവശത. ഹല്ലേലൂയ. എത്ര പേർ കൊതിക്കുന്നു എന്റെ ആത്മാവിൽ ഒരു വിവശത ഉണ്ടാകണമെന്ന്. ഹല്ലേലൂയ. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യം. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരകത്തോട് സദൃശ്യമായ ഒരു പച്ച വില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. ഹല്ലേലൂയ. ഈ പിതാവാം ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനം. വെള്ള ഉടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പളിങ്കിനൊത്ത കണ്ണാടി കടൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യേശുവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവൻ കടലുമായി ബന്ധപ്പെട്ടാണ് അധികവും അവന്റെ പ്രവർത്തനങ്ങളെല്ലാം. കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പലപ്പോഴും മുക്കൂരുടെ അരികിലാണ് യേശുവിന്റെ പ്രവർത്തനങ്ങൾ അധികവും. ഹല്ലേലൂയ. നമുക്കറിയാം ശിഷ്യന്മാരെല്ലാവരും തന്നെ മുക്കുവന്മാരായിരുന്നു, ഭൂരിഭാഗം പേരും. അവൻ കടൽക്കരയിൽ നിന്ന് ജനത്തോട് സംസാരിച്ചിരുന്നു. നാം കഴിഞ്ഞ പ്രസംഗത്തിൽ കേട്ടതുപോലെ പത്രോസിന്റെ ആ പടകിലേക്ക് യേശു നടന്നു കയറി അവരോട് വചനം സംസാരിച്ചു.
ഇവിടെയും ഒരു കടൽ കാണുകയാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലുമുണ്ട് പ്രിയപ്പെട്ടവരെ ചില കടലുകളെല്ലാം. നാം വിചാരിക്കും ചെറിയൊരു വീട് പോലെയുള്ളൂ സ്വർഗരാജ്യം. അല്ല പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി ഇത്രമാത്രം മനോഹരമാണെങ്കിൽ ഹല്ലേലൂയ, നാം കടന്നു ചെല്ലാൻ പോകുന്ന രാജ്യം ഹല്ലേലൂയ എത്രമാത്രം എനിക്ക് വർണ്ണിക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, കടൽ പോലെ, മഹാകടൽ പോലെ, ഹല്ലേലൂയ, പളുങ്കിനൊത്ത കണ്ണാടി കടൽ. ഹല്ലേലൂയ, ഇവിടെ ഭൂമിയിലെ ഒരു കടൽ കണ്ട് നാം മനോഹാരിതയോടെ നോക്കി നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, സ്വർഗരാജ്യത്തിലെ കടൽ ഹല്ലേലൂയ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കണ്ണാടി കടൽ എന്ന്. ഹല്ലേലൂയ, പളുങ്കിനൊത്ത കണ്ണാടി കടൽ. ഹല്ലേലൂയ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അതേ പ്രിയപ്പെട്ടവരെ, ജീവികളുണ്ട് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ. ഹല്ലേലൂയ, ദൂതന്മാരുണ്ട്, ജീവികളുണ്ട് പ്രിയപ്പെട്ടവരെ. ചില മൃഗങ്ങളെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയാമോ, മൃഗങ്ങളെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പൊ അവർക്കുള്ള പ്രയോറിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ, ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്നിരുന്ന് ഒരു ദൈവദാസിയെ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണിക്കുവാനായിട്ട് കൊണ്ടുപോയതായിട്ട് ഞാൻ വായിക്കുകയുണ്ടായി ഒരു പുസ്തകത്തിൽ. അപ്പോൾ ആ ദൈവദാസിയെ കർത്താവ് കരം പിടിച്ച് കണ്ടപ്പോൾ പറഞ്ഞു, അവിടെയെല്ലാം വളരെ മനോഹാരിതമായ മൃഗങ്ങൾ. ഹല്ലേലൂയ, പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട്. നമുക്കറിയാം, ഈ ഭൂമിയിൽ തന്നെ ചില മൃഗങ്ങളെ കണ്ടാൽ നാം നോക്കിയിരുന്നു പോകും. സ്വർഗം അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഇതിലും വളരെ ഇരട്ടിയായുള്ള മനോഹാരിതമായ സ്ഥലം. ഹല്ലേലൂയ, ഇവിടെ പറയുകയാണ്, സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യമായ ഒരു ജീവി. 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യമായ ജീവി. 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്. 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, അതെ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഇതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന്റെ ആരാധന. നിങ്ങൾക്ക് എത്ര പേർക്ക് കൊതിയുണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ? ഹല്ലേലൂയ, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചു കേട്ടത്? ഈ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ 4 ജീവികൾ, മൂപ്പന്മാർ. ഹല്ലേലൂയ, അവിടെ കൊട്ടാരങ്ങൾ. ഹല്ലേലൂയ, ഇവിടെ നിന്ന് കടന്നുപോയ വിശുദ്ധന്മാർ താമസിക്കുന്നതായ കൊട്ടാരങ്ങൾ. നമുക്ക് വേണ്ടി യേശു ഹല്ലേലൂയ നമുക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഭവനങ്ങൾ. ഹല്ലേലൂയ, ഇന്ന് ചിലപ്പോൾ നിനക്ക് ഈ ഭൂമിയിൽ സ്വന്തമായ ഒരു ഭവനമില്ലായിരിക്കാം. ഹല്ലേലൂയ, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി കരുതാൻ പോകുന്നതായ ആ ഭവനം നീ ഒന്ന് കണ്ടാട്ടെ. ഹല്ലേലൂയ, യേശുവിന്റെ കരുതൽ. ഹല്ലേലൂയ, അവൻ ഇന്ന് നമുക്ക് ആത്മാവിൽ വിവശത തരികയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഇന്ന് ഈ 8:30 മണിക്ക് മുമ്പായി നാം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആത്മാവിൽ ഒരു വിവശത തന്ന് ഹല്ലേലൂയ അപ്പന്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് കടന്നു ചെല്ലാം. ഹല്ലേലൂയ, യേശു തന്റെ ആണിപ്പാടുള്ള കരവുമായി നമ്മുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, അവന് നമുക്ക് സ്വർഗത്തിന്റെ സാമ്പിൾ തരികയാണ്. ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ. ഹല്ലേലൂയ, നമുക്കറിയാം, സഞ്ചാരി എന്ന് പറയുന്ന ഒരു വീഡിയോഗ്രാഫറെ നമുക്കറിയാം. സഞ്ചാരം, അദ്ദേഹം കടന്നു ചെല്ലുന്ന രാജ്യങ്ങളിലെല്ലാം അദ്ദേഹം അതിന്റെ ക്ലിപ്പുകൾ എടുത്ത് അദ്ദേഹം CD-യിലാക്കിയിട്ടുണ്ട്. നാം ഇവിടെ ഇരുന്നു കൊണ്ട് ആ ചാനൽ എടുക്കുമ്പോൾ നമുക്കറിയാം, ആ ചാനൽ ഓൺ ചെയ്യുമ്പോൾ അറിയാം ഏതെല്ലാം വിവിധങ്ങളായ രാജ്യങ്ങൾ. ഹല്ലേലൂയ, എത്ര മനോഹരമാണ് അതിലെ കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ. എന്നാൽ സ്വർഗത്തിലെ കാഴ്ച ഇതിലും മനോഹരം. ഹല്ലേലൂയ, ഇവിടെ 7 ഭൂഖണ്ഡങ്ങളെ ഉള്ളൂ എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ സ്വർഗരാജ്യം ഇതിലും വലുതാണ്. ഹല്ലേലൂയ, അവിടെ അപ്പനോട് ഒരുമിച്ചുള്ള ജീവിതം. ഹല്ലേലൂയ, ഓ സ്വർഗരാജ്യം. ഹല്ലേലൂയ, അത് വർണ്ണിപ്പാൻ വാക്കുകളില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, 5-ാം വാക്യം മുതൽ 5-ാം അധ്യായം വായിച്ചു കേൾക്കാം.
ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. അതെ, യോഹന്നാൻ കാണുകയാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായതുകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു എന്ന് യോഹന്നാൻ കാണുകയാണ്. പിതാവാം ദൈവത്തിന്റെ കയ്യിൽ ഒരു പുസ്തകം ഇരിക്കുന്നു, 7 മുദ്രകളുള്ള പുസ്തകം. ആ പുസ്തകം ഒന്ന് തുറപ്പാൻ ആരെയും കാണാകിയാൽ യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ ആത്മാവിൽ കരയുകയാണ്, സങ്കടപ്പെടുകയാണ്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് പറയുകയാണ്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അതെ, മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാൻ അപ്പോസ്തലനോട് പറയുകയാണ്, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതെ, അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നതായ ഒരു കുഞ്ഞാട്. ഹല്ലേലൂയ. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അതെ, 7 ദൈവാത്മാക്കൾ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. 7 കൊമ്പും സർവഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഹല്ലേലൂയ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. എന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാട് ആരാണ് പ്രിയപ്പെട്ടവരെ? അത് നമ്മുടെ യേശുവാണ്. ഹല്ലേലൂയ. നീ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ. ഏത് ജാതിയിലും ഏത് വംശത്തിലും ഏത് ഭാഷയിലും ഉള്ളവനെയും ഏത് ഗോത്രത്തിലുള്ളവനെയും എന്റെ യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. പ്രിയപ്പെട്ടവരെ, അതാകുന്നു സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അവൻ രക്തം കൊടുത്ത് ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ വകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. അതെ, നാം ഓരോരുത്തരും ദൈവത്തിന്റെ രാജ്യത്തിലെ അംഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പുരോഹിതന്മാരുമായി ആക്കി വെച്ചിരിക്കുന്നു എന്ന്. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ നിങ്ങൾ ഈ ഭൂമിയിൽ വാഴുന്നവരാകണമെന്ന്. ഹല്ലേലൂയ. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറെ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. അവരുടെ എണ്ണം 10,000 10,000 ആയിരുന്നു. അതെ, സ്വർഗത്തിലെ സിംഹാസനത്തിന് ചുറ്റും 1000 10,000 ദൂതന്മാർ. ഹല്ലേലൂയ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിന്റെ സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണു, നമസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ. ഹല്ലേലൂയ.
ഓ അവൻ കുഞ്ഞാടായി കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ. നമുക്ക് ചേർന്ന് പാടാം. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. മുൾമുടി ചൂടിയിട്ടും ഉള്ളു തകർത്തിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. മുൾമുടി ചൂടിയിട്ടും ഉള്ളു തകർത്തിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കുരിശു ചുമന്നിട്ടും കയ്പു കുടിച്ചിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. കുരിശു ചുമന്നിട്ടും കയ്പു കുടിച്ചിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. ഒറ്റുകൊടുത്തിട്ടും ഒറ്റപ്പെട്ടിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. ഒറ്റുകൊടുത്തിട്ടും ഒറ്റപ്പെട്ടിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. നിന്ദനമേറ്റിട്ടും നെഞ്ചു പിളർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. നിന്ദനമേറ്റിട്ടും നെഞ്ചു പിളർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. സ്നേഹിതരറ്റിട്ടും യാതനയേറ്റിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. സ്നേഹിതരറ്റിട്ടും യാതനയേറ്റിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ, നിന്നെ വാഴ്ത്തുന്നു. അതെ പ്രിയപ്പെട്ടവരുടെ, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അവൻ പുസ്തകം തുറക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ ആരാധന. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന് ആരാധന, നമ്മുടെ പുത്രനായ കുഞ്ഞാടിന് ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാം ദൈവത്തിന് ആരാധന. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ യേശു ആരാണ്. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ള ഒരു ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ,
ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതെ, 4 ജീവിയുടെ ആമേൻ എന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണു നമസ്കരിച്ചു. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഹല്ലേലൂയ യേശുവിനെ ആരാധിക്കണമെന്ന്? ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ പിതാവിനെ ആരാധിക്കണമെന്ന്? ഹല്ലേലൂയ. ആ സിംഹാസനത്തിൽ ഹല്ലേലൂയ, സ്വർഗ്ഗത്തിന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവുമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം യേശുവിന്റെ പാദപീഠത്തിലാണ് ഈ ഭൂമിയിൽ നാം ഇരിക്കുന്നെങ്കിൽ അവന്റെ പാദപീഠത്തിലാണ് നാം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ പാദപീഠത്തെങ്കിൽ നിനക്കുള്ളതെല്ലാം നീ സമർപ്പിക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം യേശുവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ബേത്ലഹേമിലെ ആ കല്ലിടാവിൽ യേശുവിനെ പ്രസവിച്ച് ഹല്ലേലൂയ രാജാക്കന്മാർ കടന്നു വന്നു, പൊന്നും മൂരും കുന്തിരിക്കവും ഹല്ലേലൂയ കാഴ്ചവെച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. പൊന്ന് ഹല്ലേലൂയ രാജാവിന്റെ പ്രതീകമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. മൂര് പ്രവചനത്തിന്റെ പ്രവാചകന്റെ പ്രതീകമാണ്. ഹല്ലേലൂയ. പൊന്നും മൂരും കുന്തിരിക്കും. കുന്തിരിക്കും പൗരോഹിത്യത്തിന്റെ പുരോഹിതന്മാരായി നമ്മളെ. ഹല്ലേലൂയ. അവൻ പുരോഹിതനാണ്, അവൻ പ്രവാചകനാണ്, അവൻ രാജാവാണ്. ഹല്ലേലൂയ. അവന്റെ പാദപീഠത്തിലേക്ക് രാജാക്കന്മാർ കടന്നു ചെന്നു. ഹല്ലേലൂയ. അവർക്കുള്ളതെല്ലാം യാഗമായി അർപ്പണം ചെയ്തു. അപ്പാ ഞങ്ങൾക്ക് ഇതൊന്നും യാഗമായി അർപ്പണം ചെയ്യാനില്ല. ഹല്ലേലൂയ. ആ ഇടയന്മാർ യേശുവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു ചെന്നു. അവരുടെ കയ്യിൽ ഒന്നുമില്ല യേശുവിന് കൊടുക്കുവാൻ. ഹല്ലേലൂയ. അവർ ആ കൈകൾ കൂപ്പിയ യേശു കുഞ്ഞിന്റെ അരികിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ. ഹല്ലേലൂയ. പക്ഷെ അവർ പറഞ്ഞു, അപ്പാ ഞങ്ങളുടെ ദേഹമുണ്ട്, ഞങ്ങളുടെ ദേഹിയുണ്ട്, ഞങ്ങളുടെ ആത്മാവുണ്ട്. ഹല്ലേലൂയ. അത് മൂന്നും ആ യേശു കുഞ്ഞിന്റെ പാദപീഠത്തിലേക്ക് യാഗമായി അർപ്പണം ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു വലിയൊരു സന്തോഷം. ഹല്ലേലൂയ. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു സന്തോഷം. ഹല്ലേലൂയ. സമാധാനമാണ് അവൻ. ഹല്ലേലൂയ. ആ യേശു കുഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പെറ്റു വീഴട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ മകനെ മകളെ നിന്റെ ഉള്ളിൽ യേശു ഇതുവരെയും പ്രസവിച്ച് വീണിട്ടില്ല എങ്കിൽ, പെറ്റു വീണിട്ടില്ല എങ്കിൽ ഹല്ലേലൂയ നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ മുള്ളും ആ വൈക്കോലും ഹല്ലേലൂയ ആ പശുവിൻ്റെ മൂത്രത്തിൻ്റെയും ചാണകത്തിൻ്റെയും എല്ലാം ദുർഗന്ധമുള്ള ആ പുൽക്കുടിലാണ് രാജാതിരാജനായ യേശു. ഹല്ലേലൂയ. ഓ ദൈവം മനുഷ്യനായി ഹല്ലേലൂയ അവൻ പ്രസവിച്ച് വീണതെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗത്തിൻ്റെ ഹല്ലേലൂയ അധിപനായവൻ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അവൻ പെറ്റു വീഴുവാൻ അവൻ ആഗ്രഹത്തോടെ കിടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവന് വേണ്ടി നിന്റെ ഹൃദയം തുറന്നു കൊടുക്കാമെങ്കിൽ അവൻ ആത്മാവിലാണ് ഇന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു വരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ മനസ്സിനുള്ളിലേക്ക് അവൻ ആത്മാവായി എഴുന്നള്ളി വരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനുള്ളിലേക്ക് അവൻ പരിശുദ്ധാത്മാവാം ദൈവം കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവമേ, എന്നെ ഞങ്ങളുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരണമേ. അവിടെ ഞങ്ങളുടെ ഉള്ളിലൊന്ന് ജനിക്കണമേ. ഹല്ലേലൂയ. ഓ യേശു ജനിക്കുന്ന ഹൃദയം. ഹല്ലേലൂയ. ഈ വർഷത്തെ ക്രിസ്മസ് ഹല്ലേലൂയ അത് യേശു കുഞ്ഞ് ജനിക്കുന്ന ക്രിസ്മസായി മാറട്ടെ. ഹല്ലേലൂയ. അതിന് നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു കൊടുക്കുക. ഹല്ലേലൂയ. ഓ അവൻ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ വന്ന് ഉരുവാകട്ടെ. ഹല്ലേലൂയ. അവൻ വസിക്കുന്നെങ്കിൽ അവൻ വസിക്കുന്ന സ്വർഗത്തിൽ നമുക്കും കിടന്നു ചെല്ലുവാം. ഹല്ലേലൂയ. അവന് വേണ്ടി ഇന്ന് നീ ഹൃദയം തുറന്നു കൊടുക്കാമെങ്കിൽ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കും. ഹല്ലേലൂയ. എങ്കിൽ അവനോടുകൂടെ നമുക്കും വസിക്കാം. ഹല്ലേലൂയ. ആ സ്വർഗീയ ആരാധനയിൽ നമുക്കും പങ്കാളികളാകാം. ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ഹല്ലേലൂയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ആ ദൂതന്മാരോട് ചേർന്ന് ആ ഇടയന്മാരോട് ചേർന്ന് നമുക്കും ആരാധനയിൽ പങ്കാളികളാവാം. ഹല്ലേലൂയ. അതിന് ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് ഇടയാകട്ടെ. ഹല്ലേലൂയ. അതിനായി നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് തുറന്നു കൊടുക്കാം. ഹല്ലേലൂയ. അവൻ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ മുറിഞ്ഞുകരം അവൻ വെക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളുള്ള രോഗികളെ അവൻ സൗഖ്യമാക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ തന്നെ ഹല്ലേലൂയ രോഗമുള്ള ഭാഗങ്ങളിൽ യേശുവേ നിന്റെ അണിപ്പാടുള്ള കരം വെക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ മുറിഞ്ഞ കരം വെക്കണമേ. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന കരം വെക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ കരം തൊടുന്നതിന് നന്ദി. ഹല്ലേലൂയ. നിങ്ങൾക്ക് സൗഖ്യം അയക്കുന്നതിന് നന്ദി. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ നിങ്ങളെ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും വലിച്ചു കയറ്റുന്നതിന് നന്ദി. ഹല്ലേലൂയ. ഞങ്ങൾ ഉറപ്പുള്ള പാറമേൽ നിർത്തുന്ന നന്ദി. ഹല്ലേലൂയ. ഞങ്ങളുടെ വായിൽ പുതിയ പാട്ട് തരുന്നതിന് നന്ദി. ഹല്ലേലൂയ. അത് കണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളുടെ നാവിന്മേൽ തരുന്നതിന് നന്ദി. ഹല്ലേലൂയ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. അപ്പാ ഹല്ലേലൂയ ഞങ്ങളുടെ നാവിന്മേൽ നിന്റെ സ്തുതി തരണമേ, നിന്റെ ആരാധന തരണമേ, സ്വർഗത്തിലെ പരിശുദ്ധികളിലേക്ക് പകരണമേ. പരിശുദ്ധ ആത്മാവേ മനസ്സലിയണമേ, ഞങ്ങളുടെ ആത്മാക്കൾക്ക് വിവസത നൽകണമേ. ഹല്ലേലൂയ. സ്വർഗീയ നന്മകളാൽ ഈ ദിവസങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവ്
കർത്താവെ ഞങ്ങൾ കൂടി കാണുന്നത് വരെയും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ ഞങ്ങൾ ഓരോരുത്തരെയും പരിപാലിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു വലിയൊരു ഉണർവിൻ്റെ കാറ്റ് അടിക്കട്ടെ. ഹല്ലേലൂയ. കപ്പ ജാതി മത ഭേദമെന്നേ അനേകരെ ഹല്ലേലൂയ യേശുവിനെ കണ്ടെത്തട്ടെ. ഹല്ലേലൂയ. സ്വർഗം എന്തെന്ന് അറിയട്ടെ. ഹല്ലേലൂയ. 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 നമുക്ക് വേണ്ടി പിതാവാം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യം ഹല്ലേലൂയ അതിൻ്റെ മാധുര്യം എന്തെന്ന് അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കുവാനിരിക്കുന്ന ഇലക്ഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്ത് കർത്താവേ നിന്നെ അറിയുന്നതായ ഹല്ലേലൂയ സ്വർഗം സ്ഥാപിക്കപ്പെടണമല്ലോ അപ്പാ. ഹല്ലേലൂയ. അതിന് തക്കതായ നേതാക്കന്മാർ ഹല്ലേലൂയ അപ്പാ. ഹല്ലേലൂയ. അവർ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. അപ്പാ ദൈവവിശ്വാസികളായവർ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവർ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. സ്വർഗത്തെക്കുറിച്ച് ചിന്തയുള്ളവർ ജയിച്ചു വരട്ടെ. ഹല്ലേലൂയ. കർത്താവേ ദൈവജനത്തിനെതിരായിട്ടുള്ള പീഡകൾ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ അത് അവസാനിക്കട്ടെ. ഹല്ലേലൂയ. അപ്പാ സുവിശേഷത്തിൻ്റെ ശബ്ദം ഇവിടെ മുഴങ്ങട്ടെ. ഹല്ലേലൂയ. സുവിശേഷം ജയിക്കട്ടെ. ഹല്ലേലൂയ. ആ സത്വാർത്തകൾ ഹല്ലേലൂയ രക്തം കൊണ്ട് ഹല്ലേലൂയ സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലുമുള്ളവരെ വിലക്ക് വാങ്ങിയെന്നുള്ള ആ സുവിശേഷ ശബ്ദം ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നമ്മൾ വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ള സുവിശേഷം ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം. സുവിശേഷം ഒരു മതം മാറ്റമല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുവിശേഷം ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനവൻ ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് ഞങ്ങൾക്ക് ആത്മാവിൽ വിവേചന തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ സമയം അത്രയും അവിടെ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. നിന്നെ പാടി ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നതിന് നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്ത് സമാധാനം പുലരണമേ. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ ആത്മാവ് വ്യാപരിക്കണമേ. അനേക ആത്മാക്കൾക്ക് നീ ഹല്ലേലൂയ അപ്പാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ജനനം നൽകണമേ. ഹല്ലേലൂയ. ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേര് തെളിച്ചെഴുതണമേ. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നമ്മൾ ചെയ്യുന്നതിന് നന്ദി പിതാവേ. സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും കൂട്ടായ്മയും നാം എല്ലാവരോടും നാം വിട്ടുപോകുന്നുള്ള ഭവനങ്ങളോടും ഭവനത്തിലുള്ളവരോടൊപ്പം എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.